Meet the editors. ഹലോ, ഗുഡ് ഈവനിങ്. പ്രതിദിന വാർത്താ വിശകലന പരിപാടി മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലൈംഗിക ആരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ടതില്ലെന്നാണ് കോൺഗ്രസ് നിലപാട്. നടപടി സസ്പെൻഷനിൽ ഒതുക്കി മാതൃകാപരമായ കടുത്ത നടപടിയെടുത്തെന്നാണ് നേതൃത്വത്തിന്റെ വിശദീകരണം. പാർട്ടിയിൽ സ്ഥാനമില്ലാത്ത രാഹുൽ MLA ആയി തുടരട്ടെ എന്നാണ് നിലപാട്. ഗുരുതര ലൈംഗികാരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് കോൺഗ്രസ്. കടുത്ത നടപടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കെതിരെ എടുത്തിരിക്കുന്നതെന്നും പരാതിയോ കേസോ ഇല്ലാത്ത ആരോപണങ്ങളിൽ രാജിവേണ്ടെന്നുമാണ് നേതൃത്വത്തിന്റെ വിശദീകരണം. ഞങ്ങൾക്ക് ഇതുവരെ പാർട്ടിക്കോ അല്ലെങ്കിൽ നിയമപരമായോ പരാതികൾ ലഭിച്ചിട്ടില്ല, എവിടെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ആയതിനാൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA സ്ഥാനം രാജിവെക്കണം എന്ന് ആരെങ്കിലും ആവശ്യപ്പെടുന്നത്, ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ പ്രത്യേകമായി ആവശ്യപ്പെടുന്നതിന് യാതൊരു ന്യായീകരണവും യുക്തിയുമില്ല. സ്ത്രീയുടെ അഭിമാനം കാത്തുരക്ഷിക്കാനാണ് കോൺഗ്രസ് ഈ തീരുമാനമെടുത്തത്. ഇത്രയും ധീരമായ തീരുമാനം ഒരു പാർട്ടി എടുത്തെങ്കിൽ അതാണ് കേരളത്തിലെ കോൺഗ്രസ്. രാഹുൽ രാജിവെക്കണമെന്ന് തന്നെയായിരുന്നു ഇന്നലെ വരെ കോൺഗ്രസിനുള്ളിലെ വികാരം. ഇത്തരക്കാർ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ലെന്നാണ് വനിതാ നേതാക്കൾ തുറന്നു പറഞ്ഞത്. പക്ഷേ നേരം വെളുത്തതോടെ നിലപാടുകൾ മയപ്പെട്ടു. ഒരു കൂട്ടം നേതാക്കൾ ഉയർത്തിയ പ്രതിരോധത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നാലുണ്ടായേക്കാവുന്ന തിരിച്ചടി മുന്നിൽ കണ്ട് സസ്പെൻഷനിൽ നടപടിയൊതുങ്ങി. കോൺഗ്രസിന് രാഹുലിനെ പേടിയാണെന്നാണ് വിഷയത്തിൽ LDFന്റെയും BJPയുടെയും പരിഹാസം. രാഹുൽ മാങ്കൂട്ടത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അതിന് പുറമേ അറിയാം. അതാണ് കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങൾക്ക് സംശയം KPCC നേതാക്കന്മാർക്ക് രാഹുൽ പേടിയുണ്ടോ എന്നുള്ളതാണ്. പല KPCC നേതാക്കന്മാരുടെയും പല കഥകളും രാഹുലിന്റെ കയ്യിലുണ്ട്. ആ കഥകൾ പുറത്തുവിടുന്നുള്ള രാഹുലിന്റെ ഭീഷണിക്ക് മുന്നിൽ KPCCയുടെ നേതാക്കന്മാർ വഴങ്ങിയിരിക്കുക. CPIMനും BJPക്കുമെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് രാഹുലിനെതിരെ കടുത്ത നടപടിയെടുത്തു എന്ന് കോൺഗ്രസ് നേതാക്കൾ ന്യായീകരിക്കുന്നത്. പക്ഷേ രാജിവെപ്പിക്കാത്തതിനെതിരായ വികാരം കോൺഗ്രസിനകത്ത് തന്നെ ശക്തമായി തുടരുമ്പോൾ സംരക്ഷണം ഒരുക്കുന്നത് പോലുള്ള സസ്പെൻഷനിലൂടെ മുഖം രക്ഷിക്കാനാകുമോ കോൺഗ്രസിന്? സസ്പെൻഷൻ മതിയോ എന്നാണ് ചോദ്യം. ജിമ്മി, അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. MLA ആയി തുടരാം. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ പാർട്ടിക്ക് വേണ്ടാത്ത, പാർട്ടിയിലില്ലാത്ത, നിയമസഭയിൽ സ്വന്തമായിട്ട് ബ്ലോക്കിൽ ഇരിക്കാൻ പറ്റാത്ത ഒരു സ്വതന്ത്രനായ MLA ആയി മാറിക്കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ സസ്പെൻഷൻ മതിയോ? അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കോൺഗ്രസ്സുകാരനാണ് താനും. ടെക്നിക്കലി കോൺഗ്രസ് നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒരു സുവർണ അവസരം എന്നാണ് ഇതിനെക്കുറിച്ച് പറയേണ്ടത്. സുവർണ അവസരം. കാരണം ഇന്നേ വരെ കേരളത്തിൽ ഇങ്ങനെ ഒരു സ്ത്രീ വിഷയത്തിൽ ആരോപണം വരുമ്പോൾ ഇത്ര പരസ്യമായി പാർട്ടിക്കകത്തുള്ള ആളുകൾ തന്നെ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ, ആൺപെൺ വ്യത്യാസമില്ലാതെ ശക്തമായ നടപടി വേണമെന്ന് പറഞ്ഞ് ആഞ്ഞടിക്കുന്നത് നമ്മൾ കണ്ടിട്ടേയില്ല. സാധാരണഗതിയിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് കേരളത്തിൽ ഇതിനു മുമ്പ് ഈ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എതിർ പാർട്ടിക്കാരെന്തെങ്കിലും പറയും, ഇപ്പുറത്തെ തന്ത്രപരമായ മൗനമായിരിക്കും. ഇവിടെ ഉമാ തോമസ് MLA ഇങ്ങനെ ഒരാൾ ഈ പാർട്ടിക്ക് വേണ്ട എന്ന് പറയുന്നു. KPC പ്രസിഡന്റ് എന്ന് പറയുന്നത് വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം രാജി എന്ന മട്ടിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നു. വേറെ പ്രധാനപ്പെട്ട ആളുകൾ നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ ഇവരെല്ലാവരും നമ്മളോട് സംസാരിക്കാൻ തയ്യാറാണ്. നിശിതമായി വിമർശിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ സംഭവം തുടങ്ങുന്നത്. ഈ വാർത്ത വന്ന് 24 മണിക്കൂറിനകം രാഹുൽ മാങ്കൂട്ടത്തലിനെ പാർട്ടിയുടെ യുവജന സംഘടനയുടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയ ശേഷമാണ് ഈ അഭിപ്രായങ്ങൾ മുഴുവൻ വരുന്നത്. എന്ന് വെച്ചാൽ ഈ വിഷയം ഇവിടം കൊണ്ട് തീരില്ല എന്ന് പാർട്ടിയിലെ സാധാരണക്കാരല്ല, MLA വരെയുള്ള ആളുകൾ, അതിനു മുകളിലുള്ള നേതാക്കൾ എല്ലാവരും ശക്തമായി പറയുകയാണ്. ഇങ്ങനെ നമ്മൾ കേട്ടിട്ടില്ല. ഇതിനു മുമ്പ് എല്ലാവരും തന്ത്രപരമായ മൗനം പാലിക്കുകയാണ് ചെയ്യുക. ഇതുവരെയുള്ള ശീലം അതാണ്. വേണമെങ്കിൽ കോൺഗ്രസ്സിന് വളരെ ന്യായമായിട്ടും പറയാമായിരുന്നു, കേസുണ്ടോ, പരാതിയുണ്ടോ, പരാതിക്കാരി എവിടെ, ഇതെല്ലാം പറയാമായിരുന്നു. അതൊന്നും ചെയ്യാതെ വളരെ ഓപ്പണായിട്ട് ഈ വിഷയത്തിലൊരു കാമ്പുണ്ട്, പരാതിക്കാരിയില്ല, പരാതിക്കാരി പരസ്യമായി വന്നിട്ടില്ല, കേസില്ല, ഒരു പാർട്ടിക്ക് ഔദ്യോഗികമായി പരാതി എഴുതി കൊടുത്തിട്ടില്ല, ഇതൊന്നുമില്ലാതിരുന്നിട്ടും നടപടി വിഷയം വളരെ ഗുരുതരമാണെന്നും നടപടി ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാൻ പാടില്ല എന്നും നേതൃത്വത്തിൽ ഇരിക്കുന്നവരും അതിന് താഴെ ഇരിക്കുന്നവരും സാധാരണ പ്രവർത്തകരും പറഞ്ഞ
അസാധാരണമായ ഒരു സാഹചര്യം. കേരളത്തിലെ ആദ്യത്തെ സംഭവം എന്ന് വരെ വേണമെങ്കിലും പറയാം. നമുക്കിതിനു മുമ്പുള്ള പരിചയം എന്താണ്? CPM MLA ആയിട്ടുള്ള ശ്രീ M മുകേഷിൻ്റെ കാര്യത്തിൽ എന്താണ് വന്നത്? 2 കേസുകളാണ് ഉണ്ടായിരുന്നത്. ആ 2 കേസുകളിലും ഇപ്പോൾ ഭരണപക്ഷത്തിരിക്കുന്ന MLA കേസിൽ പോലീസ് കുറ്റപത്രം കൊടുത്തിരിക്കുകയാണ്, ഇയാൾ കുറ്റവാളിയാണെന്ന് പറഞ്ഞ്. അതിനുശേഷം വന്ന എൽദോസ് കുന്നപ്പള്ളി കുറേ ദിവസം ഒളിവിൽ പോയി, അതിനുശേഷം ജാമ്യമെടുത്ത് രക്ഷപ്പെടുന്നു. M വിൻസെൻ്റ് കുറേ നാൾ ജയിലിൽ കിടന്നു. ഈ 3 പേരുടെ കാര്യത്തിലും വളരെ തന്ത്രപരമായി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്തത്. ഒരു പേരിന് രാജി വേണമെന്ന് വേണ്ടാമെന്നൊക്കെ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെ ആയിരുന്നില്ല. കേരളത്തിലൊരു പുതിയ നോർമൽ ഉണ്ടാക്കാൻ പോകുന്ന രീതിയിൽ കോൺഗ്രസ് വളരെ സജീവമായി മുന്നോട്ട് വരികയും ആദ്യമായി ഒരു MLA ഇങ്ങനെയൊരു ഗുരുതരമായ ആരോപണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പരാതിയില്ലെങ്കിലും, പരാതിക്കാരി പരസ്യമായി ഔദ്യോഗികമായി പരാതിയില്ലെങ്കിലും, പരാതിക്കാരി പരസ്യമായി വന്നില്ലെങ്കിലും ഇതൊരു ഗൗരവമായ വിഷയമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കോൺഗ്രസ്സിലെ ഒരു പാർട്ടിയിലെ ആളുകൾ പ്രതികരിക്കുന്നു. അത് വളരെ വളരെ മനോഹരമായൊരു സാഹചര്യമായിട്ടാണ് ഞാൻ കണ്ടത്. ഇതിന് മറുവശം വെക്കേണ്ടത് എന്താണ്? മുകേഷിൻ്റെ കാര്യത്തിൽ അന്ന് CPM സംസ്ഥാന സെക്രട്ടറി ശ്രീ ഗോവിന്ദൻ പറഞ്ഞത്, ധാർമ്മികതയുടെ പേരിൽ ഇപ്പോൾ ഈ MLA സ്ഥാനം കളഞ്ഞാൽ പിന്നീട് തെറ്റാണെന്ന് തെളിഞ്ഞാൽ ധാർമ്മികതയുടെ പേരിൽ ഈ മന്ത്രിസ്ഥാനം തിരിച്ചു കിട്ടുമോ എന്നാണ് MV ഗോവിന്ദൻ്റെ പ്രശസ്തമായ ചോദ്യം. ഇവിടെ അങ്ങനെയല്ല. ഈ വിഷയത്തിൽ രാജിയല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നതിലേക്ക് എല്ലാവരും എത്തുന്ന ഒരു 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 പ്രത്യേക സാഹചര്യം. അത് കോൺഗ്രസ് സംഘടനയുടെ ഒരു ചട്ടക്കൂടിൻ്റെ പ്രത്യേകത കൂടിയാണ്. വളരെ സുഗമമായ ആളുകൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം കോൺഗ്രസ്സിലെ നേതാക്കളും പ്രവർത്തകരും അതിഗംഭീരം ഉപയോഗിക്കുകയും അവരുടെ വഴിക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തതാണ് ഒരു വഴിക്ക്. മറുവശത്ത് എന്താണ്? CPM കാര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടായാലും കമാന്നൊരക്ഷരം പറയാൻ ധൈര്യം ഇല്ലാത്ത, അല്ലെങ്കിൽ സംഘടനാ ചട്ടക്കൂട് അനുവദിക്കാത്ത എന്ത് സംഭവം ഉണ്ടായാലും പാർട്ടിക്കകത്ത് എത്ര പരാതികൾ വന്നാലും അത് പാർട്ടി പറയും, പാർട്ടി നേതാവ് പറയും എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുന്നതാണ് പതിവ്. അവിടെ നിന്നാണ് ഇവിടെ ഒരു മാറ്റമെന്ന് ആലോചിക്കണേ. അവിടെ നിന്നാണ് ഇങ്ങനെ ഒരു മാറ്റം. എനിക്ക് ഓർമ്മയുള്ളത് 2011 CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ശശിയെ മാറ്റി നിർത്തുമ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന അന്ന് പിണറായി വിജയനോട് ചോദിക്കുകയാണ്, അല്ല ഒരു സ്ത്രീയുടെ പരാതി ഉണ്ടെന്ന് കേൾക്കുന്നല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, അതൊന്നും ഇപ്പോൾ പറയേണ്ട കാര്യമല്ല എന്നാണ്. ഇപ്പോഴും പറഞ്ഞിട്ടില്ല, പിന്നീടും പറഞ്ഞിട്ടില്ല, ഒരു കാലത്തും പറഞ്ഞിട്ടില്ല. അവിടെയാണ് കോൺഗ്രസ് തിളങ്ങിയത്. കോൺഗ്രസ്സിലെ എല്ലാവരും ഇതൊരു സീരിയസ് വിഷയമാണെന്ന് തന്നെ പറഞ്ഞത്. പക്ഷേ എന്തു പറ്റി? ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രാജിയാണ് KPCC പ്രസിഡന്റ് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ നെഞ്ചു വിരിച്ചു നിന്ന് കോൺഗ്രസ് പാർട്ടിക്ക് പറയാമായിരുന്നു, 24 മണിക്കൂറിനകം അയാളെ ഞങ്ങൾ പാർട്ടിയുടെ പ്രധാനപ്പെട്ട പദവിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. 48 മണിക്കൂർ കഴിയുമ്പോൾ MLA സ്ഥാനത്ത് നിന്ന് ഞങ്ങൾ അദ്ദേഹത്തെ രാജിവെപ്പിച്ചു. ഇത്രയും പറഞ്ഞാൽ തന്നെ കേരള രാഷ്ട്രീയത്തിൽ വളരെ വലിയൊരു ഒരു 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 പൊളിറ്റിക്കൽ മൈലേജ്, അടുത്ത 2 തെരഞ്ഞെടുപ്പുകൾ വരുന്ന പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന് വെറും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കോൺഗ്രസിന് ഉണ്ടാകാമായിരുന്നൊരു മൈലേജ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇനി ആ മൈലേജും രാഷ്ട്രീയവും അവിടെ നിൽക്കട്ടെ, കോൺഗ്രസ് പാർട്ടിക്കകത്തെ ഒരു നന്മ, അവരാ ഒരു സ്ത്രീയുടെ പക്ഷത്ത് നിന്നു എന്ന ഒരു 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 സിറ്റുവേഷൻ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇതൊന്നും ഉണ്ടായില്ല. ഇത്രയെല്ലാം വലിയ വാചകമടിച്ചിട്ട്, ഇത്രയെല്ലാം ധാർമ്മികത പറഞ്ഞിട്ട് ഈ പാർട്ടിയിൽ അയാൾ തുടരാൻ പോലും അയാൾക്ക് യോഗ്യതയില്ല എന്ന് MLA അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ട്, പ്രധാനപ്പെട്ട നേതാക്കൾ പറഞ്ഞിട്ട്, അവസാനം KPCC പ്രസിഡന്റ് നാടകീയമായി വന്ന് സസ്പെൻഡ് ചെയ്തു, അത് മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ CPM എന്തൊക്കെയാണ് ചെയ്തത്, CPM നേതാക്കൾ ഇങ്ങനെ നടപടിയെടുത്തിട്ടുണ്ടോ, BJPയുടെ യെദ്യൂരപ്പയെ പോസ്കോ കേസിൽ പ്രതിയായിട്ടും അയാളെ BJPയുടെ പദവിയിൽ എത്തിച്ചില്ലേ, ഉന്നത പദവിയിൽ എത്തിച്ചില്ലേ, സമീകരണമാണ് നടത്തിയത്. അപ്പോൾ എന്തു പറ്റി അവസാനം? ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ്? കോൺഗ്രസ്സുകാരനാണ്, പക്ഷേ കോൺഗ്രസ്സുകാരനല്ല. MLA ആണ്, പക്ഷേ ഒരൊറ്റ കോൺഗ്രസ്സുകാരനും കൂടെ വരില്ല. നിയമസഭയിൽ പോയി ഇരിക്കാം, പക്ഷേ ആരുടെയും കൂടെ ഇരിക്കാൻ പറ്റില്ല, ആരും കൂടെ കൂട്ടുകയുമില്ല. നോക്കണേ ഒരാളുടെ അവസ്ഥ. ചുരുക്കത്തിൽ ആർക്കും വേണ്ടാത്ത, ഒരാളുടെയും പിന്തുണയില്ലാത്ത, ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കാത്ത, ഒരു പൊതുപരിപാടിക്ക് പോലും തലയുയർത്തി പോകാൻ പറ്റാത്ത ഒരു കോൺഗ്രസ്സുകാരനെ, അവിടെയാണ് പ്രശ്നം. ഒരു കോൺഗ്രസ്സുകാരനായ MLA കോൺഗ്രസിൻ്റെ നേതൃത്വം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇത്രയൊക്കെ ഇത് മാത്രമേ പറ്റുള്ളായിരുന്നെങ്കിൽ, സസ്പെൻഷൻ മാത്രമേ പറ്റുള്ളായിരുന്നെങ്കിൽ ഈ ആദ്യത്തെ 2 ദിവസത്തെ ഈ മസിൽ പിടിപ്പം പെരുപ്പീര് എന്തിനായിരുന്നു? നേരെ അങ്ങ് പറഞ്ഞാൽ പോരെ, സസ്പെൻഷൻ മതി. അപ്പോഴും ഇതുവരെയുള്ള കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമാണ്. കാരണം ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണം വരുമ്പോൾ ആ ആരോപണ വിധേയൻ, അയാൾ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവാണ്, അയാളെ പ്രാഥമിക അംഗത്വത്തിൽ സസ്പെൻഡ് ചെയ്യുന്നത് ആദ്യത്തെ നടപടിയാണ്. മുകേഷിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പാർട്ടി മെമ്പർ അല്ല, അദ്ദേഹം സ്വതന്ത്രനായി വന്ന ആളാണ്, പാർട്ടി ചിഹ്നത്തിലാണ്. പക്ഷേ എന്താണ് മുകേഷിനെ ചെയ്തത്? മുകേഷിനെ പാർലമെൻറ്റിലേക്ക് അയക്കാനാണ് CPM തീരുമാനിച്ചത്. പാർലമെൻറ്റ് ഇലക്ഷന് മത്സരിച്ചു, ജയിച്ചിരുന്നെങ്കിൽ പാർലമെൻറ്റിൽ പോയിരുന്നേനെ. അത് ചെയ്ത സ്ഥലത്ത്
ഞങ്ങൾ അയാളെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം സസ്പെൻഡ് ചെയ്തിരുന്നു എന്ന് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിലും ഒരു മൈലയുണ്ടായനെ. ഇതിപ്പോൾ അമ്മാത്തത്ത് പുറപ്പെടുകയും ചെയ്തു, ഇല്ലത്ത് എത്തിയതുമില്ല. ശരി, ഇല്ലത്ത് പുറപ്പെടുകയും ചെയ്തു, അമ്മാത്ത് എത്തിയതുമില്ല, രണ്ടായാലും. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ലീഡർഷിപ്പിൻ്റെ ഒരു വലിയ ഗതികേടാണിത് കാണിക്കുന്നത്. കൃത്യമായൊരു തീരുമാനമെടുക്കാനും ആ തീരുമാനം നടപ്പിലാക്കാനും പറ്റാതെ എല്ലാ കാലത്തും കോൺഗ്രസിനെ എങ്ങനെയാണോ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഗ്രൂപ്പിസങ്ങളും വിവിധ താല്പര്യങ്ങളും പിടിച്ചു വലിക്കുന്നത് അതുപോലെ അവസാനിക്കുകയും ചെയ്തു. അവരുടെ പ്രശ്നം ഉപതിരഞ്ഞെടുപ്പാണ്, ഉപതിരഞ്ഞെടുപ്പിൽ നമ്മൾ തോക്കും എന്നുള്ള പേടിയായിരുന്നു. ഇത് ആദ്യമേ ആലോചിക്കണ്ടേ? നിങ്ങൾക്കിതൊക്കെയാണ് നിങ്ങളെ മതിക്കുന്ന പ്രശ്നമെങ്കിൽ 24-48 മണിക്കൂർ മുമ്പ് ഇതൊക്കെ ആലോചിക്കാനുള്ള സമയമുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും ആലോചിക്കാതെ ജനങ്ങൾക്ക് മുമ്പിൽ, പാർട്ടിക്കാർക്ക് മുമ്പിലൊക്കെ സ്വതന്ത്രമായി നേതാക്കൾ അഭിപ്രായം പറയുന്നു. അതിൽ ആവേശഭരിതരായി താഴെത്തട്ടിലുള്ള നേതാക്കളും അണികളും അധിക അഭിപ്രായം ഏറ്റുപറയുന്നു. ഏറ്റവും അവസാനം ഇതൊന്നുമില്ല, എല്ലാം അവസാനിക്കുന്നു. ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ എല്ലാ കാലത്തെയും ഗതികേട്. മര്യാദയ്ക്കൊരു തീരുമാനമെടുക്കില്ല. ഇനി തീരുമാനമെടുത്താൽ മര്യാദയ്ക്ക് അത് നടപ്പിലാക്കാൻ അറിയില്ല. ഇനി നടപ്പിലാക്കിയില്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങളുടെ കാര്യത്തിലും ഇനി അതാണ് സംഭവിക്കാൻ പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ആർക്കും വേണ്ടാത്ത ഒരു MLA ആയി നടക്കുമ്പോൾ അതൊരു കോൺഗ്രസ് MLA ആയിട്ടാണ് ഈ തേരാപ്പാര നടക്കുന്നത്. അത് ആര് ചുമക്കണം? അത് കോൺഗ്രസ് തന്നെ ചുമക്കണം. അയാൾ CPM കാരനല്ല ഇപ്പോഴും. അയാൾ BJP കാരനല്ല, അയാൾ CPI അല്ല, അയാൾ കേരള കോൺഗ്രസ് അല്ല, അയാൾ കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ ഇങ്ങനൊരു MLA സൃഷ്ടിച്ചു വിട്ടപ്പോൾ അതിൻ്റെ ഗതികേട് കോൺഗ്രസ്സിന് തന്നെയാണ്. ചുരുക്കത്തിൽ ഒരു തരത്തിലും ഉള്ള ഒരു ശോഭയുമില്ലാതെ എന്നാൽ എടുക്കാവുന്ന പ്രധാനപ്പെട്ട നടപടികൾക്ക് എടുക്കുകയും ചെയ്തു. അതിൻ്റെ എല്ലാ ശോഭകളും കെടുത്തുകയും ചെയ്തു. ഇതിലും ഭേദം മറ്റ് 3 MLA-മാരുടെ കാര്യത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസും CPM എടുത്തതുപോലെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച ആ സമയത്ത് ഇത് കോൺഗ്രസ് അവസാനിപ്പിക്കുന്നതായിരുന്നു നല്ലത്. അങ്ങനെ ചെയ്തില്ല. ഇത് കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് ക്രൈസിസ് ആണ്. അതിൻ്റെ ഫലം കോൺഗ്രസ് വരുന്ന ദിവസങ്ങളിൽ അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ. റൈറ്റ്. സസ്പെൻഷൻ മാത്രം മതിയോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് ചോദ്യം. ആൻറ്റോ അഗസ്റ്റിൻ, സസ്പെൻഷൻ മാത്രമുണ്ട്, പാർട്ടിക്ക് വേണ്ടാത്ത MLA ആയി. പാലക്കാട്ടുകാർ ചോദിക്കുന്നത്, പാർട്ടിയിലെ സ്ത്രീകൾക്ക് ഭയമുള്ള ഒരു MLA ഞങ്ങൾ പാലക്കാട്ടിലെ MLA ആയി തരുന്നത് എന്തിനാണെന്നൊരു ചോദ്യമുണ്ട്. സസ്പെൻഷൻ മതിയോ? ഈ കോൺഗ്രസ്സുകാർക്ക് ഇത് എന്ത് പറ്റി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഗതികേടെ നിൻ്റെ പേരോ കോൺഗ്രസ് എന്ന് പറയുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ, ഇവർക്കൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ആദ്യം തുടങ്ങി എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരാഴ്ചയായല്ലോ ഇത് ഡിസ്കഷൻ നടക്കുന്നു. ആദ്യം തുടങ്ങി നമ്മൾ പറയുന്ന ഒരു കാര്യം, നിങ്ങളിതെല്ലാം ചെയ്യേണ്ടി വരും, അവസാനം ചെയ്യേണ്ടി വരും. ആദ്യം നിങ്ങൾ മാറ്റി നിർത്തും, സസ്പെൻഡ് ചെയ്യും, അംഗത്വത്തിൽ നിന്ന് പുറത്താക്കും, ഒക്കെ നിങ്ങൾ ചെയ്യേണ്ടി വരും. അവസാനം MLA സ്ഥാനവും രാജിവെക്കേണ്ടി വരും. കാരണം ഇതങ്ങനെ ഒരു കുഴഞ്ഞു പറഞ്ഞ കേസാണ്. ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ്. ശിവൻകുട്ടി മിനിസ്റ്റർ പറഞ്ഞ പോലെ അപൂർവമായ കേസാണ്. അപ്പോൾ ഇത് അവസാനം വരെ ചെയ്യേണ്ടി വരും. പക്ഷേ ഇതെന്താണ്, ഇത് ഒറ്റയടിക്ക് ചെയ്യണമെങ്കിൽ ഒരു തൻ്റെ ഇടം വേണം. ആ തൻ്റെ ഇടം ഇല്ലാത്തതാണ് ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. നേതാക്കന്മാർക്ക് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്നില്ല. ആരെയൊക്കെയോ പേടിക്കുന്നു, എന്തിനേക്കോ പേടിക്കുന്നു. അതിന് കാരണം എന്താണെന്നറിയോ, പല ആൾക്കാരും ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച ആൾക്കാരായതുകൊണ്ടാണ്. അവൻ പറയോ, ഇവൻ്റെ പറയോ, ഇവൻ മറ്റോട് പറയോ, ഇതൊക്കെയാണ് ഒന്നിച്ച് ഒറ്റ കുടക്കീഴിൽ കൈകാര്യം ചെയ്തു പോയിരുന്ന സംവിധാനങ്ങളെ പുറത്തോട്ട് വരുമെന്ന് പേടിച്ചിട്ടാണ് ഇത് കൈകാര്യം ചെയ്യാത്തത്. മനസ്സിലായി? അപ്പോൾ എന്ത് ചെയ്യണം, രാഹുൽ മാങ്കൂട്ടത്തെ കൂടെ വിശ്വാസത്തിലെടുത്തിട്ട് വേണം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിശ്വാസത്തിലെടുക്കുന്ന സമയം എടുക്കുന്നുള്ളൂ, അല്ലാതെ ഇവർക്ക് ഡിസ്കഷൻ ചെയ്ത് സമയം എടുക്കാനുള്ള സമയമല്ല എടുത്തുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ബോധ്യപ്പെടുത്തി പോവാണ്. മനസ്സിലായോ? ആദ്യം ഒരു സ്ഥലത്ത് മാറ്റിയിരുന്നു, അത് കഴിഞ്ഞ് 2 ദിവസം ഗ്യാപ്പ് എടുക്കുന്നു, അടുത്ത കാര്യത്തെക്കുറിച്ച് പറയുന്നു, ഇനി നിവൃത്തിയില്ല എന്നാണ് എന്ന് പറയുന്നത്. ഞങ്ങൾ ഇതുകൊണ്ട് ചെയ്ത് നിൽക്കുമെന്നാണ് വിചാരിച്ച രാഹുലെ, ഇതിൽ നിൽക്കുന്നില്ല. ഞങ്ങൾ ഇതിൽ നിന്ന് വിചാരിച്ച രാഹുലെ നിൽക്കുന്നില്ല. ഇതിൽ നിൽക്കുമെന്നാണ് വിചാരിച്ച രാഹുലെ, ഇനി നിൽക്കുന്നില്ല. ഇനി നാളെ ചെന്ന് പറയും രാഹുലെ ഒരു രക്ഷയില്ല, ആകെ പ്രശ്നമാണ്, നീ MLA സ്ഥാനം കൂടി രാജിവെക്കണം എന്ന് പറയും. അതോടുകൂടി അവസാനിക്കും. ഒരു MLA-നെ, ഒരു പാർട്ടിയുടെ MLA-നെ ഈ പറഞ്ഞ മണ്ഡലത്തിലേക്ക് പോകാൻ പറ്റുന്നില്ല. എന്തിനാണ് ഒരു MLA അവിടെ? ആ പാർട്ടി പ്രവർത്തകർക്ക് കാണാൻ കഴിയുന്നില്ല, പിന്നെ ഒരു MLA എങ്ങനെയാണ്? MLA-ക്ക് നിയമസഭയിൽ പോയിട്ട് ആ പാർട്ടീൻ്റെ കൂടെ ഇരിക്കാൻ പറ്റുന്നില്ല, പിന്നെ എന്ത് MLA? എന്താ പേര് സ്വതന്ത്രമായിട്ട് ജയിച്ച MLA ആയി പോരായിരുന്നോ? അങ്ങനെയാണോ ഇത്? അപ്പം ഇതെന്താണ്? ഇത് ധാർമ്മികതയുടെ കേസല്ല എന്ന്. ഇത് ധാർമ്മികതയുടെ കേസല്ല. ധാർമ്മികത എടുത്തിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നു, ധാർമ്മികത എടുത്തിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിയിരിക്കുന്നു. അങ്ങനെയല്ല. ഇതെന്താണ്? ഇത് ഒരു കുട്ടിയെ പീഡിപ്പിച്ച് അതിന് ഗർഭചിത്രം നടത്തിയൊരു കേസാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ഇത് ആർക്കൊക്കെ മനസ്സിലായി? കോൺഗ്രസിലെ ആൾക്കാർക്ക് മുഴുവൻ മനസ്സിലായി, കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലായി. ഇവർക്കെല്ലാം മനസ്സിലായിട്ടാണല്ലോ ഇങ്ങനെ നടപടി എടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എന്താണ് പറയേണ്ടത്? ശക്തമായ നിലപാട് സ്വീകരിക്കണം. കോൺഗ്രസിനെ കൊണ്ട് കഴിയുമോ? ഇത് ഇങ്ങനെ ഇല്ല, ഇത് ഫാബ്രിക്കേറ്റഡ് ആണ്,
ഇങ്ങനെ ഒരു ഓഡിയോ ഇല്ല, ഇങ്ങനെ ഒരു സ്ത്രീ ഇല്ല, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, ഈ പറയുന്നത് മുഴുവൻ കള്ളാണ്, നിങ്ങൾ തെളിയിക്കാൻ പറ്റിയ തെളിയിക്കും. മാധ്യമങ്ങളെ വെല്ലുവിളിക്കല്ലേ വേണ്ടേ? എന്നിട്ട് ശക്തമായ നിലപാട് സ്വീകരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ നിൽക്കണമായിരുന്നു. അങ്ങനെ നിൽക്കാൻ കഴിയുന്നുണ്ടോ? നിൽക്കാൻ കഴിയാത്തതിന് കാരണം എന്താ? ഇതെല്ലാം ഉണ്ട് എന്ന് മണിക്കൂറും ഓരോ നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൂടെ പറയും പരാതിയില്ലാന്ന്. അതെന്തിനായ? പരാതി ഇല്ലാത്ത കേസിന് പരാതി ഇല്ലാതെ പോലെ കൈകാര്യം ചെയ്യണം, പരാതി ഉള്ളതിനെ പരാതി ഉള്ളതുപോലെ കൈകാര്യം ചെയ്യണം. ഇവർ പറയുന്നു പരാതി ഇല്ല എന്ന് പറയും, നടപടി സ്വീകരിക്കുകയും ചെയ്യുക. അപ്പോൾ എന്താണ്? പരാതിക്ക് ഈക്വലൻ്റ് ആയിട്ട് നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈക്വലൻ്റ് ആയിട്ട് പരാതി ഉണ്ടെന്ന് അർത്ഥം, അവർക്ക് മനസ്സിലായി എന്നുള്ളത് അർത്ഥം. അതുകൊണ്ട് കാര്യം പറഞ്ഞ കാര്യമില്ല. ഞങ്ങൾ 24 മണിക്കൂർ കൊണ്ട് പിന്നെ നടപടി എടുത്തില്ലേ എന്ന് ചോദിച്ചാൽ 24 മണിക്കൂർ കൊണ്ടല്ല, 1 മണിക്കൂർ കൊണ്ട് നടപടി എടുക്കുന്ന കേസാണ്. അങ്ങനെ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ചോദിക്കാൻ കോൺഗ്രസിന് അധികാരമില്ല. മറ്റുള്ളവർ അങ്ങനെ എടുത്തിട്ടുണ്ടോ? നിങ്ങൾ ആദ്യമേ നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കും, എന്നിട്ടല്ലേ മറ്റുള്ള കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത്. ഇവിടെ കൗണ്ടിങ് നടത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഫുട്ബോൾ കളിയോ ക്രിക്കറ്റ് കളിയോ ഒന്നുമല്ലോ നടക്കുന്നത്, നമ്പർ എണ്ണി വെക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ 4 ഇവിടെ 2 ഇവിടെ 3 എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇത് സ്വന്തമായി സംഭവിച്ചിട്ടുള്ള, സ്വന്തമായി ഉണ്ടാക്കി തീർത്ത സ്വന്തമായി ആളാണ്. സ്വന്തമായി രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിനകത്ത് എന്താണ് പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. അല്ലേ, രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. ഇത് രാഹുൽ ഗാന്ധി വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇത് BJPയും കോൺഗ്രസും എല്ലാം കൂടി നാഷണലിൽ വലിയ ചർച്ച നടത്താണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോട്ടോയും രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോയും കൂടെ ഒരു ഫ്രെയിമിൽ വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഈ വാർത്ത വായിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരികയാണത്. ഇതാണ് മൊത്തത്തിൽ നടക്കുന്നത്. BJPക്ക് സെൻട്രൽ വേണ്ട എന്താ അറിയോ? രാഹുൽ മാങ്കൂട്ടത്തിനെയും രാഹുൽ ഗാന്ധിനെയും ഒരേ ഫ്രെയിമിൽ കൊണ്ടുവരണം, എന്നിട്ട് രാഹുൽ എന്ന് പറഞ്ഞ് ചർച്ച നടത്തണം. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ വാർത്ത വായിക്കുമ്പോൾ നമ്മുടെ വായിൽ വരെ അറിയാതെ വന്നു പോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കോൺഗ്രസ് നശിച്ചു പോകണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? കേരളത്തിലെ പാർട്ടി നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതുപോലെയുള്ള പുഴുക്കുട്ടത്തിനടുത്ത് പുറത്ത് കളയാനുള്ള തൻ്റെ ഇടമുണ്ടോ? ഞാൻ പറയട്ടെ, ഈ കോൺഗ്രസിൻ്റെ ഒരു MLA അല്ലേ വന്ന് പറഞ്ഞേ? MLA എന്താ പറഞ്ഞത്? രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കണം. ഇങ്ങനെ ഒരാൾ, ഒരു വനിതാ MLA പറയാണ്, ഇങ്ങനെ ഒരാൾ ഈ പാർട്ടിക്ക് വേണ്ട എന്ന് പറയാണ്. ഇത് പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കണം എന്ന് പറയുകയാണ് ഒരു MLA. ആരാ? CPMൻ്റെ MLA അല്ല കേട്ടോ, BJPൻ്റെ നേതാവല്ല കേട്ടോ, കോൺഗ്രസിൻ്റെ MLA പറയുന്നത്. വനിതാ നേതാക്കന്മാരെ നിരയായി വന്ന് പറയുകയാണ് ഇതുപോലെ ഇവരെ വെച്ചോണ്ടിരിക്കരുത്, പുറത്താക്കണം എന്നുള്ളത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിൻ്റെ ഭാര്യ എന്ന് പറയുകയാണ് ഇവരെ പേടിയാണ്, ഇവരെ സ്ത്രീജനങ്ങൾക്ക് പേടിയാണ്, പുറത്താക്കണം എന്ന് പറയുകയാണ്. ഇതിന് മേലെ നടപടി എടുക്കാൻ സ്വീകരിച്ചില്ലെങ്കിൽ ഇവർക്ക് അത്രയും നേതാക്കന്മാരും MLA മാരും കോൺഗ്രസ് സ്ത്രീ ജനങ്ങളും വന്ന് പറഞ്ഞിട്ട് അതിനെതിരെ നടപടി സ്വീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്ത് പാർട്ടിയാണ് സാറേ ഇത്? ഏത് പാർട്ടിയാണ് ഇത്? ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്താ അറിയോ, പാലക്കാടേക്ക് ആ MLA പോകാൻ പറ്റുമോ ഇല്ലയോ അത് കോൺഗ്രസ് പറഞ്ഞാൽ മതി. ഞങ്ങൾക്കിത് 6 മാസം കൂടെ MLA ഉണ്ട്. എത്ര വർഷം? 2026 മെയ് വരെ MLA വേണമല്ലോ. ഇത്രയും നാളത്തേക്ക് MLAക്ക് പാലക്കാടേക്ക് പോകാൻ കഴിയുമോ? പാലക്കാടത്തെ ജനങ്ങൾക്ക് ആവശ്യ കാര്യങ്ങൾ സഹായിക്കാനും ഒരു പ്രശ്നങ്ങളിൽ മുന്നിൽ നിൽക്കാനും ആ പ്രശ്നങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് MLA. ഈ MLAക്ക് അവിടെ പോയി പരിപാടി നടത്താൻ വേണ്ടിയിട്ടും എന്തെങ്കിലും കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് പിന്തുണ കൊടുക്കുമോ ഇല്ലയോ അത്ര അറിഞ്ഞാൽ മതി. ഞാൻ പറയും മുകേഷിൻ്റെ കാര്യം പറയുന്ന പോലെയല്ല. മുകേഷിൻ്റെ കാര്യത്തിനകത്ത് CPM കൂടെയുണ്ട്. അവർക്ക് എല്ലാ പരിപാടിക്കും പോവാം, എല്ലാ സംവിധാനത്തിനും പോവാം. കോൺഗ്രസ് തകർക്കാൻ വരികയാണെങ്കിൽ അതിന് മുന്നിൽ നിൽക്കാൻ കോൺഗ്രസ് ഉണ്ട്. CPM തകർക്കാൻ വരികയാണെങ്കിൽ അതിന് മുന്നിൽ നിൽക്കാൻ കോൺഗ്രസ് ഉണ്ട്. ഇല്ലേ? മനസ്സിലായോ? അപ്പം അതുപോലെ ഈ പറഞ്ഞ പാലക്കാടേക്ക് പോകുമ്പോൾ കോൺഗ്രസ് മുന്നിൽ നിന്ന് തകർക്കുമോ? ഈ രാഹുൽ മാങ്കൂട്ടത്തിന് സപ്പോർട്ട് കൊടുക്കുമോ? അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? പാലക്കാടേക്ക് ഈ MLAക്ക് പോകാൻ പറ്റില്ല, നിയമസഭയിലേക്ക് MLAക്ക് പോകാൻ പറ്റില്ല, പക്ഷേ MLA രാജിവെക്കില്ല. രാജിവെച്ചാൽ അവിടെ ഒരു ബദൽ സംവിധാനം ഉണ്ടാവും. ആ പാർട്ടിക്ക് ഒരു ബദൽ സംവിധാനം ഉണ്ടാവാം. ഞങ്ങൾ കാരണം ഞങ്ങളുടെ ഒരു പാർട്ടിയുടെ സംവിധാനം മാറിയിരിക്കണോ, ഞങ്ങളിതാ എല്ലാ സംവിധാനം ചെയ്യണം, ഞങ്ങൾ പാർട്ടി സംവിധാനം ഉണ്ടാക്കാം. ഇതങ്ങനെ ചെയ്യാൻ കഴിയില്ല. കാരണം എന്തുകൊണ്ടാണ്? അവിടെ MLA ഉണ്ട്, MLAനെ പുറത്താക്കിയിട്ടില്ല, MLA രാജിവെച്ചിട്ടില്ല, ഒന്നുമില്ല. പക്ഷേ എന്ത് പറയും? ഞങ്ങളിതാ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. സസ്പെൻഷൻ ഒരു നടപടിയായിട്ട് ഞാൻ കാണുന്നേ ഇല്ല എന്നുള്ളതാണ്. ഒരു MLA സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് പാർട്ടി സസ്പെൻഷൻ എന്ന് പറഞ്ഞൊരു നടപടിയല്ല. കാരണം പാർട്ടി കൊടുത്തൊരു MLA സ്ഥാനമാണ് അയാളുടെ കയ്യിലിരിക്കുന്നത്. അപ്പോഴാണ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയെന്ന് പറയുന്നത്. ആദ്യം എന്താ പറയേണ്ടത്? MLA സ്ഥാനം രാജിവെച്ചിട്ട് പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് പുറത്താക്കല്ലേ വേണ്ടത്? നേരെ തിരിച്ചല്ലേ ചെയ്യേണ്ടത്? അങ്ങനെയാണോ ചെയ്യുന്നത് ഇവിടെ? എന്തൊരു ഗതികേടാന്നേ. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ കോൺഗ്രസ്സുകാർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇത് കോൺഗ്രസിൻ്റെ നിലപാട് ശരി. ഞാൻ ഇപ്പോൾ ഒരു കുറവ് കാണുന്നുണ്ട്. എവിടെയാണെന്നറിയോ? കേരളത്തിൽ സുധാകരൻ്റെ ഒരു കുറവ് കാണുന്നുണ്ട്. ഇപ്പോൾ സുധാകരൻ്റെ കുറവ് കാണുന്നത് ഇപ്പോഴാണേ. ഇന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഇന്ന് മൈക്കിന് നിലനിന്ന് വിറയ്ക്കുന്ന പോലെ ഒരു വിറയിലുണ്ടാവില്ലായിരുന്നു സുധാകരന്. 100% ഉറപ്പടി. ഒരു വിറയിലില്ലാതെ ശക്തമായ നിലപാട് സ്വീകരിച്ചേനെ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെയാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പുറത്താക്കലാണെങ്കിലും രണ്ടിനും തീരുമാനം ഉണ്ടാവുമായിരുന്നു. ഇന്നെന്താ പുള്ളിയെല്ലാം കൂളായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. കൂളായിട്ട് പുള്ളിക്ക് കാര്യം മനസ്സിലായി. നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഇതിനർത്ഥം എന്താ? കേരളത്തിലെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിൽ നിന്ന് എങ്ങനെയും ഊരണം. ഞാൻ പറഞ്ഞ ജിമ്മി സാർ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു മൈലേജും കിട്ടാൻ പോകുന്നില്ല കേട്ടോ.
ഇതിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചുകൊണ്ട് ഒരു മൈലേജും കിട്ടാൻ പോകുന്നില്ല കോൺഗ്രസിന്. രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്താക്കിയാൽ ഒരു മൈലേജും കിട്ടാൻ പോകുന്നില്ല. കാരണം എന്താ അറിയോ, പീഡന കേസിൽ പിന്നെ പ്രതിയായിട്ട് എന്താണ് ഒരു പെൺകുട്ടീനെ ഗർഭാലംബിച്ച കേസിൽ രാജിവെച്ച എന്ത് ക്രെഡിറ്റാ കൊടുക്കണ്ടേ? ഇല്ല, 3 കേസുകൾ നേരെ നമ്മുടെ നാട്ടിൽ 3 MLA-മാർ തിരിച്ചുണ്ട്. അല്ല, ഞാൻ പറയുന്നത് ആ കാര്യത്തിനകത്ത് ഞാൻ പറയാം. പക്ഷെ പറയുന്ന കാര്യം ആ കേസുകളിലൊന്നും ജിമ്മി ഗർഭചിത്രം അലസിപ്പിക്കാൻ വേണ്ടി ഇതേപോലെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദരേഖ പുറത്ത് വന്നിട്ടില്ല. ഒന്നിലധികം ഇരകൾ പരാതിയായിട്ട് വന്നിട്ടില്ല. എന്നെ 5 സ്റ്റാർ ഹോട്ടലിലേക്ക് വിളിച്ചു എന്നുള്ള വിവരം പാർട്ടി നേതാക്കളെ അറിയിച്ചു എന്നുള്ള കാര്യം പുറത്ത് വന്നിട്ടില്ല. 51 വയസ്സുള്ള ഒരു സ്ത്രീ ലൈംഗികാരോപണം ഉന്നയിച്ചു. അതിന്റെ പേരിലാണ് ജയിലിൽ കിടന്നത്. റേപ്പാണ്, അത് തന്നെ വിൻസെന്റിനെതിരെ റേപ്പ് മാത്രമല്ലെന്നേ, ഞാൻ ഇതിനകത്ത് ഈ 3 MLA-മാരുടെ കാര്യത്തിലും രണ്ടും ഗ്രേവ് ഇഷ്യൂസ്, രണ്ടും ഗ്രേവ് ആണ്, അസാധാരണ കേസായതുകൊണ്ടാണ് ഇത്. അതുപോലെയാണ് ഞാൻ പറയുന്നത്, ഒരു കേസായതുകൊണ്ടല്ല. ഈ പിന്നെ പരാതിയുടെ പേരിൽ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസിന്റെ മേലെ ഒരാളെടുക്കുന്ന നിലപാടിൽ, ആ നിലപാടിൽ എത്ര മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ്. ആ നിലപാടുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അത് നിലപാട് സ്വീകരിക്കുന്ന ആളുടെ പേര് പാർട്ടിയാണ്, കോൺഗ്രസ് പാർട്ടി എന്നാ. ആ കോൺഗ്രസ് പാർട്ടി നിലപാട് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടോ? അതിന് ഞങ്ങൾ അവരെ ചൂണ്ടിക്കാട്ടി, ഇവരെ ചൂണ്ടിക്കാട്ടി, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം, ഒരു നടപടി സ്വീകരിക്കരുത്. ഞങ്ങളിതാ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ്, ഇതുമായി ഞങ്ങൾ മുന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞ് ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടോ? ഞങ്ങൾ ഇതിനെ ശക്തമായി പ്രതിരോധിക്കും. ഞങ്ങൾ നാളെ തുടങ്ങി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെ പിന്നെ MLA ഓഫീസിലുണ്ടാവും എന്ന് പറയാൻ കഴിയുന്നുണ്ടോ? അത് പറഞ്ഞാൽ ഈ കാര്യം മുന്നോട്ട് പോകും. ഇല്ലെങ്കിലുണ്ടല്ലോ ഇത് കോൺഗ്രസ് ഇനിയും ഇത് അവസാനിക്കുന്ന രാജിയിൽ തന്നെ ആയിരിക്കും. ഒരു ഡൗട്ട് ആ കാര്യത്തിനകത്ത് വേണ്ട. സസ്പെൻഷൻ മതിയോ എന്നാണ് ചോദ്യം. സുജയ, സസ്പെൻഷൻ മതിയെന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക? കാരണം കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ഒരാൾ കോൺഗ്രസ് ലേബലിൽ MLA ആയി തുടരുകയാണ്. കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിലാണ് അയാൾ മത്സരിച്ചത്. ആ ചിഹ്നത്തിൽ മത്സരിച്ച് ആ ചിഹ്നത്തിൽ ജയിച്ച് MLA ആയി നിൽക്കുന്ന ഒരാളെ സസ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ എന്തോ നടപടിയെടുത്തു എന്ന മട്ടിൽ കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് മതിയോ എന്നുള്ളതാണ്. മാത്രമല്ല കോൺഗ്രസിന് വേണ്ട, കാരണം യൂത്ത് കോൺഗ്രസിൽ നിന്നും അതുപോലെ തന്നെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. പക്ഷേ പാലക്കാട്ടെ ജനം ഇങ്ങനെ ചുമന്നുകൊണ്ടേയിരിക്കണം. പാലക്കാട്ടുകാരുടെ വിധി എന്ന് പറഞ്ഞ് അവർ തെരഞ്ഞെടുത്ത ജനപ്രതിനിധിയെ ഇങ്ങനെ ചുമന്നുകൊണ്ടിരിക്കണം. അതാണ് കോൺഗ്രസ് ഇന്ന് കൊടുത്തിരിക്കുന്ന മറുപടിയിൽ നിന്ന് പാലക്കാട്ടുകാർ മനസ്സിലാക്കേണ്ടത്. അവർക്ക് ശരിക്കും അത് മനസ്സിലായിട്ടുണ്ട് എന്ന് നമ്മൾ പാലക്കാട്ടെ വോട്ടർമാരുടെ പ്രതികരണങ്ങൾ എടുക്കുമ്പോൾ അതിൽ നിന്ന് കൃത്യമായിട്ടും മനസ്സിലാകുന്നുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് വരുമെന്ന പേടി കൊണ്ടാണത്രേ. ഉപതെരഞ്ഞെടുപ്പ് വരില്ലല്ലോ. ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് 1 വർഷം പോലും ഇല്ലാത്ത ഈ കാലയളവിനിടയിൽ അങ്ങനെയാണെങ്കിൽ പീരുമേട് ഉപതെരഞ്ഞെടുപ്പ് വരണ്ടേ? അതേക്കുറിച്ച് ഒരു ചർച്ചയും നടക്കുന്നില്ലല്ലോ. ഇപ്പോൾ വാഴൂർ സോമൻ MLA-യുടെ മരണത്തെ തുടർന്ന് അങ്ങനെയാണെങ്കിൽ അവിടെ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചല്ലേ ചർച്ച നടക്കേണ്ടത്? ഒരു ചർച്ചയും ഇല്ലല്ലോ. പിന്നെയാണോ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്? അപ്പോൾ അതൊന്നുമല്ല, അതൊക്കെ വെറും വാദത്തിന് വേണ്ടി മാത്രം പറയുകയാണ്. പാർട്ടി പുറത്താക്കിയ ആളുകൾ അല്ലെങ്കിൽ പാർട്ടിക്ക് തെറ്റുപറ്റി അല്ലെങ്കിൽ തെറ്റുകാരനാണ് അയാൾ എന്ന് തോന്നിയിട്ടായിരിക്കുമല്ലോ ഈ നടപടിയെടുത്തത്. അല്ലാതെ വെറുതെ ഏതെങ്കിലും ഒരു വാർത്തയുടെ പേരിൽ പുറത്താക്കാനാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ആരെയെങ്കിലും ഒക്കെ ഓരോ പാർട്ടിയും പുറത്താക്കിക്കൊണ്ടിരിക്കണമല്ലോ. ഇതങ്ങനെയല്ല. പാർട്ടിക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടെടുത്ത തീരുമാനം എന്ന് വേണം നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരുടെയൊക്കെ പ്രതികരണങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഈ ഒരു വിട്ടുവീഴ്ചയാണ് കോൺഗ്രസ് ചെയ്തിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ വർക്കിംഗ് കമ്മിറ്റിയിൽ ഉള്ള കോൺഗ്രസിന്റെ ഇപ്പോൾ പുതിയ നേതൃത്വത്തിലേക്ക് വന്ന ആളുകളിൽ 2-3 പേർക്ക് നല്ല രീതിയിൽ അതിൽ ഉത്തരവാദിത്തമുണ്ട് എന്ന രീതിയിലുള്ള സൂചനകൾ വരുന്നുമുണ്ട്. അപ്പോൾ ഷാഫി പറമ്പിൽ അല്ലെങ്കിൽ PC വിഷ്ണുനാഥ് ഇവരൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി അടുപ്പമുള്ള ആളുകളായിരിക്കാം. അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് സേഫ് ഗാർഡ് ചെയ്യണമെന്ന് അവർ നല്ല സുഹൃത്തുക്കളാകുമ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹിക്കും. അതിലൊന്നും ഞാൻ അവരിൽ ഒരു തെറ്റ് കാണുന്നില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിന് എന്താണ് ഇത്ര പേടി? ഇത്ര പേടിക്കാൻ മാത്രം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിലിരിക്കുന്നത് എന്താണ്? ആ ഒരു ചോദ്യം കേരളത്തിൽ ഇപ്പോൾ പല കോണുകളിൽ നിന്നായി ഉയർന്നു വരുന്നുണ്ട്. അല്ലാത്ത പക്ഷം പാർട്ടിക്ക് നിഷ്പ്രയാസം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ഫസ്റ്റ് ടൈം MLA ആണ്. മറ്റു വലിയ പാർട്ടി ഭാരവാഹിത്വങ്ങളൊന്നും വഹിച്ചിട്ടില്ലാത്ത ആളാണ്. ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുവരുന്നു. അതിന് തൊട്ട് മുൻപുള്ള വർഷമാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരുന്നത്. അവിടെയെല്ലാം അദ്ദേഹത്തിന് ഒരു ഗൈഡായി അല്ലെങ്കിൽ ഒരു മെന്ററായി ഒക്കെ ഉള്ള ഷാഫി പറമ്പിൽ. ആ ഷാഫി പറമ്പിലാണ് എല്ലായിടത്തും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ബാറ്റ് ചെയ്തിട്ടുള്ളത്. അത് തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കണ്ടതാണ്. ഇവിടെയും ഈ രാജി ഒഴിവാക്കി സസ്പെൻഷൻ മതി എന്ന തീരുമാനത്തിലേക്ക് ബാറ്റിംഗ് പോയിന്റിൽ നിന്നത് ഷാഫിയാണോ എന്ന സംശയം എല്ലാവരെയും പോലെ എനിക്കുമുണ്ട്. ഇത്തരം ആളുകൾക്ക് പാർട്ടിയിൽ സ്ഥാനം നൽകിക്കൊണ്ട് പാർട്ടി ജനങ്ങൾക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ്? പ്രത്യേക ഇപ്പം നിയമസഭ
നിയമസഭയിലെ ഒന്നിച്ചൊരു ബ്ലോക്കിൽ ഇരിക്കാൻ പോകുന്നില്ല, മാറിയിരിക്കാൻ പോകുന്നു എന്നൊക്കെയാണല്ലോ ഇവിടെ പറയുന്നത്. ഈ സസ്പെൻഷനെ കുറിച്ച് തന്നെ പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച് ഈ സസ്പെൻഷനിൽ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ ആണല്ലോ സസ്പെൻഷൻ. അതിനൊരു നോട്ടീസ് ഇഷ്യൂ ചെയ്യണം. അവരുടെ തന്നെ രേഖ അനുസരിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോ ഡിസിപ്ലിനറി ആക്ഷൻ ഷാൽ ബി ടേക്കൺ വിതൗട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ബീങ് ഗിവൺ വിത്ത് അറ്റ്ലീസ്റ്റ് 2 weeks നോട്ടീസ് ടു ദ കമ്മിറ്റി ഓർ ഇൻഡിവിജ്വൽ കൺസേൺ ടു എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഓർ ഹിസ് കേസ് ആൻഡ് ആൻസർ സച്ച് ചാർജസ് ആസ് ആർ മെയ്ഡ് അഗെയിൻസ്റ്റ് ഹിം ഓർ ഹെർ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യവും ഈ നോട്ടീസ് പീരീഡ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അത് കൊടുത്തിട്ടില്ല. അത് വേണമെങ്കിൽ കുറയ്ക്കാവുന്ന അടുത്ത വരിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പക്ഷേ 72 മണിക്കൂറിനുള്ളിൽ ഒരു നടപടി അങ്ങ് എടുക്കുകയാണ്. ആ നടപടി എടുക്കുമ്പോൾ ഈ നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് പറയാനുള്ളത് കേട്ടോ അല്ലെങ്കിൽ കേൾക്കാൻ തയ്യാറായോ? കേട്ടിട്ടുണ്ടായിരിക്കും, കാരണം കുറേ കാലമായുള്ള കേസാണല്ലോ. നമ്മളിത് പുറത്തേക്ക് വന്നിട്ട് 3 ദിവസമേ ആയുള്ളെങ്കിലും നേരത്തെ തന്നെ ഇതൊക്കെ ചെയ്തിട്ടുണ്ടാകും. മുൻകാല പ്രാബല്യത്തോടെ ഞങ്ങൾ ഈ കാര്യങ്ങൾ പരിശോധിച്ച് വരികയായിരുന്നു, മാധ്യമങ്ങൾ കൂടി പുറത്തുവിട്ടപ്പോൾ ഞങ്ങൾ നടപടിയെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടെ നോട്ടീസ് പോലും ഇഷ്യൂ ചെയ്തെങ്കിൽ അങ്ങനെയാണ് സസ്പെൻഡ് ചെയ്യുന്നത് എന്തിനാ സാറേ? നടപടി എടുക്കുന്നത് എന്തിനാണ്? പരാതിയില്ലല്ലോ. അല്ല, രാഹുൽ അങ്ങനെയല്ല, ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു MLA അല്ലേ, ആ MLA പുറത്താക്കിയതിൽ എനിക്ക് എതിർപ്പുണ്ട്. എന്തിനാണ് സസ്പെൻഡ് ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ? ഒരു നോട്ടീസ് പോലും ഇഷ്യൂ ചെയ്യാതെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു MLA സസ്പെൻഡ് ചെയ്തത് എന്തിനാണ്? കോൺഗ്രസ് പാർട്ടി ആ കാരണം പറയണം ജനങ്ങളോട്. ഞങ്ങൾ എന്തിനാണ് സസ്പെൻഡ് ചെയ്തത്? ഒരു വ്യക്തിയെ സസ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഷോ കോസ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ. അത് ഏത് കാര്യത്തിലായാലും എന്താണ് ഇവിടുത്തെ കോസ്? എന്തിനാണ് ഈ സസ്പെൻഷൻ? മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലുള്ള സസ്പെൻഷൻ ആണോ? പരാതിക്കാരില്ല, ഒരു പരാതിയും ഞങ്ങളുടെ മുന്നിൽ വന്നിട്ടില്ല എന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് ഇന്നുകൂടി പറഞ്ഞു. സാർ കേട്ടില്ലേ? അടൂർ പ്രകാശ് പറഞ്ഞു. അതുപോലെ തന്നെ KPCCയുടെ മുന്നിൽ എന്തെങ്കിലും പരാതി വന്നിട്ടുണ്ടോ? AICCയുടെ മുന്നിൽ പരാതി വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും പരാതി അന്വേഷിച്ചോ? ഇത്ര പെട്ടെന്ന് എന്തിനാണ് ഇവർ സസ്പെൻഡ് ചെയ്തത്? ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെയാണ് സസ്പെൻഡ് ചെയ്തതെങ്കിൽ അത് രാഹുലിനോട് നിങ്ങൾ ചെയ്യുന്ന വലിയ തെറ്റല്ലേ? ജനങ്ങൾ ഇതൊക്കെ ചോദിക്കില്ലേ? അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ എന്തിനാണ് സസ്പെൻഡ് ചെയ്തത് എന്നുള്ള കാരണം ഒന്നും പറഞ്ഞിട്ടില്ല. തിരിച്ചു ചോദിക്കുന്നുണ്ട്, സസ്പെൻഷൻ ആണോ അതോ MLA സ്ഥാനം രാജിവെക്കുകയാണോ? അതിനൊന്നും മറുപടിയില്ല. ചായ കുടിച്ചോ? ചായ കുടിച്ചിട്ടേ പോകാവൂ എന്ന് പറയുകയാണ്. KPCC അധ്യക്ഷനാണ് പറയുന്നത്. ആ വാർത്താ സമ്മേളനത്തിൽ ഉത്തരവാദിത്തത്തോടെ ഇക്കാര്യങ്ങൾക്ക് മറുപടി പറയാനുള്ള ഒരു ബാധ്യതയെങ്കിലും അദ്ദേഹം കാണിക്കേണ്ടതല്ലായിരുന്നു. അത് കാണിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ നോട്ടീസിന്റെ കാര്യം എടുത്തു നോക്കിയത്. മാത്രമല്ല, ഇവിടെ സ്ത്രീ പീഡന അല്ലെങ്കിൽ അയാളുടെ മറ്റു വൈകൃതങ്ങളുടെ പേരിലുള്ള ആരോപണങ്ങളാണല്ലോ ഉയർന്നിരിക്കുന്നത്. ആരോപണങ്ങൾ മാത്രമാണ്, പരാതിയായി വന്നിട്ടില്ല. ആ ഭാഗം ഞാൻ പൂർണ്ണമായും സമ്മതിച്ചുകൊണ്ടാണ് ഈ ചർച്ചയിൽ സംസാരിക്കുന്നത്. ഇവിടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ഗുരുതരമായ ഒരു കുറ്റകൃത്യം ഒരാൾ ചെയ്യണ്ടേ? അങ്ങനെയല്ലേ പാർട്ടികളൊക്കെ ചെയ്തു വരുന്നത്? അപ്പോൾ ആ കുറ്റകൃത്യം എന്താണ്? ആ കുറ്റകൃത്യമായി പാർട്ടി മനസ്സിലാക്കിയത് എന്താണ്? റിനി ആൻ ജോർജ് വന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പറയാതെ ഹൂ കെയേഴ്സ് എന്നുള്ള ഒരു സൂചന മാത്രം നൽകിക്കൊണ്ട് നടത്തിയ ഒരു പ്രതികരണമാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടത്. പിന്നെ അവന്തികയാണ് ആകെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പറഞ്ഞത്, ആ ഓഡിയോ കോളുകളുടെയൊക്കെ ഡീറ്റെയിൽസ് കാണിച്ചത്. അവന്തികയെ രാഹുൽ ഡിസോൺ ചെയ്തു. അങ്ങനെയല്ല, എനിക്ക് ഓഡിയോ റെക്കോർഡ് അയച്ചു തന്ന ആളാണ് എന്ന് പറഞ്ഞ് അവരുടെ ക്രെഡിബിലിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. മറ്റ് 2 കാര്യങ്ങളിലും രാഹുൽ ഒന്നും മിണ്ടിയിട്ടില്ല. അപ്പോൾ പാർട്ടി എന്താണ് പരിഗണിച്ചത്? റിനിയാണോ, അവന്തികയാണോ, അതോ മാധ്യമങ്ങളിൽ വന്ന നമ്മളടക്കം പുറത്തുവിട്ട ശബ്ദരേഖയാണോ? ഏത് കാര്യത്തിന്റെ പേരിലാണ് രാഹുലിനെതിരെ നടപടിയെടുത്തത്? ഈ സസ്പെൻഷൻ ഒരു നടപടിയാണല്ലോ. അയാൾക്ക് നിയമസഭയിൽ ഈ MLA-മാർക്കൊപ്പം ഇരിക്കാൻ പറ്റില്ല, പാലക്കാട് മണ്ഡലത്തിൽ പോയി പ്രവർത്തകർക്കൊപ്പം പ്രവർത്തിക്കാൻ പറ്റില്ല, ഒരു പരിപാടിയിലും പങ്കെടുക്കാൻ കഴിയാതെ പേരിനൊരു MLA ആയി രാഹുൽ തുടരുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുവരുമ്പോഴേക്കും എന്തിനാണ് ഈ നടപടി? അത് കോൺഗ്രസ് നേതൃത്വം വിശദീകരിക്കണമെന്നേ. അത് ജനങ്ങളോട് പറഞ്ഞിട്ടില്ല. അത് വലിയൊരു തെറ്റ് തന്നെയാണ്. എനിക്കിതിൽ നിന്ന് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലായത്, അവരിപ്പോൾ ചെയ്ത 2 കാര്യങ്ങൾ അവരുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. രണ്ടാമത്തേത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി, അതിൽ നിന്ന് അയാളെ മാറ്റുന്നു. അയാൾ എല്ലാ ഗ്രൂപ്പുകളിൽ നിന്നും ലെഫ്റ്റ് ആയി എന്നൊക്കെയുള്ള വാർത്തകൾ കാണുന്നു. അപ്പോൾ ഇത് രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കുള്ളിലെ പാർട്ടി പ്രവർത്തകരായ സ്ത്രീകളുടെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് ചെയ്ത ഒരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പാലക്കാട്ടെ സ്ത്രീകൾക്ക് സുരക്ഷ വേണ്ടേ കോൺഗ്രസേ? പാലക്കാട്ടെ സ്ത്രീകൾ, പെൺകുട്ടികൾ അവരൊക്കെ ഇയാളുടെ കീഴിൽ തന്നെ അവിടെ പാലക്കാട്ട് തുടരണമെന്നാണോ? അപ്പോൾ പാലക്കാട്ടെ സ്ത്രീകളുടെ, ഇയാൾക്ക് വോട്ട് ചെയ്ത സ്ത്രീകളായ വോട്ടർമാരുണ്ടല്ലോ, അവരുടെ ഒന്നും സുരക്ഷയുടെ കാര്യത്തിൽ കോൺഗ്രസിന് ഒരു ഉത്തരവാദിത്വമില്ലേ? MLA ആയി തുടർന്നോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഒഫൻഡർ ആകുമ്പോഴേക്കും അയാൾ ആ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തോട്ടതാണോ? കേരളത്തിലെ സ്ത്രീകളോട് നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ MLA സ്ഥാനം, അതായത് ഒരു പ്രധാനപ്പെട്ട ഒരു പോർട്ട്ഫോളിയോ ആണ്, ആ പോർട്ട്ഫോളിയോ വഹിക്കുന്നതിൽ നിന്നാണ് അയാളെ മാറ്റി നിർത്തേണ്ടത്. അല്ലാതെ പാർട്ടിയുടെ സ്ഥാനങ്ങളിൽ നിങ്ങൾ മാറ്റിയാൽ പാർട്ടിക്കാർക്കാണ് നിങ്ങൾ സംരക്ഷണം കൊടുക്കുന്നത്, ജനങ്ങൾക്കല്ല. ജനങ്ങൾക്കാണ് നിങ്ങൾ, അല്ലെങ്കിൽ നാട്ടിലെ സ്ത്രീകളോടാണ് നിങ്ങൾക്ക് ഉത്തരവാദിത്വം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റേണ്ടിയിരുന്നത് MLA സ്ഥാനത്ത് നിന്നാണ്. അപ്പോൾ MLA സ്ഥാനം രാജിവെക്കാനായിട്ട് ആവശ്യപ്പെടുന്നില്ല. അതിന്റെ കോട്ടമാണ് കോൺഗ്രസിന് ഉണ്ടാകാൻ പോകുന്നത്. പാലക്കാട്ട് ഇപ്പോൾ MLA ആയി ഈ നിയമസഭയുടെ കാലാവധി തീരുന്നത് വരെ അയാൾ തുടരട്ടെ എന്ന് തീരുമാനിക്കുന്നതിലൂടെ അതിൽ നിങ്ങൾക്ക് മറ്റ് പല കാരണങ്ങളും ഉണ്ടാകാം, പുറത്തു പറയാൻ കഴിയാത്ത കാരണങ്ങളും ഉണ്ടാകാം. എന്തായാലും ആ കാര്യങ്ങളിലൊന്നും ഇതുവരെ പുറത്തേക്കൊന്നും പറഞ്ഞിട്ടില്ല. എന്തിനാണ് ഈ സസ്പെൻഷൻ എന്ന് പോലും പറഞ്ഞിട്ടില്ല. ഇവിടെ കോൺഗ്രസിന് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഇതെങ്കിലും ചെയ്യണ്ടേ എന്ന മട്ടിൽ ഇവിടെ ജിമ്മി സാറ് സൂചിപ്പിക്കുന്നത് കണ്ടു. അപ്പോൾ ചെയ്യാൻ കഴിയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതല്ലല്ലോ. MLA ആയിട്ട് തുടരുന്നത് അത് ജനങ്ങളോടുള്ളൊരു വെല്ലുവിളിയാണെന്നേ. ഈ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു പീരീഡ് പോലും പറയാത്ത സസ്പെൻഷനാണ്. 1 മാസമെന്നോ അല്ലെങ്കിൽ 2 ആഴ്ചയെന്നോ 6 മാസമെന്നോ ഒന്നും പറയുന്നില്ല. സസ്പെൻഡഡ്,
അത്ര മാത്രമേ ഉള്ളൂ. ഷോക്കോസ് കൊടുത്തിട്ടില്ല, അയാളിൽ നിന്ന് കാരണം തേടിയിട്ടില്ല. അയാൾക്ക് സമയം കൊടുക്കുകയാണ്. അവന്തികയെ ഡിസോൺ ചെയ്തതുപോലെ മറ്റു പെൺകുട്ടികളിലെ കൊണ്ടും കൃത്യമായി കാര്യങ്ങൾ തിരുത്തി പറയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമയം അയാൾക്ക് കിട്ടുന്നതിന് വേണ്ടി അതിനുവേണ്ട സഹായങ്ങളും ഈ ആളുകളൊക്കെ തന്നെ ചെയ്തു കൊടുക്കുമായിരിക്കും. എനിക്കറിയില്ല അതെങ്ങനെയാണെന്ന്. എന്തായാലും ഇത് നീതിപൂർവ്വമുള്ള ഒരു തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ പൂർണ്ണ ബോധ്യമാണത്. കാരണം പാർട്ടിയിലെ സ്ത്രീകൾക്ക് മാത്രം മതി നീതി, പാർട്ടിയുടെ സ്ഥാനങ്ങളിൽ നിന്നല്ല ഞങ്ങൾ പുറത്താക്കിയല്ലോ എന്ന് പറയുന്ന ആ ഒരു ലോജിക്ക് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സസ്പെൻഷൻ മതിയോ എന്നുള്ളതാണ് ചോദ്യം. സസ്പെൻഷൻ പോരാ എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും വരുന്നൊരു ചോദ്യമുണ്ട്, CPM-ൻ്റെ കാര്യത്തിൽ വരുന്ന സമയത്ത് നിങ്ങൾ എന്താണ് ഈ നിലപാട് സ്വീകരിക്കുന്നത് എന്ന്. ശരി, നമുക്കൊന്ന് പരിശോധിച്ച് തന്നെ പോകാം. ഇത് താരതമ്യം ചെയ്യാവുന്നൊരു വിഷയമാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPM-ൻ്റെ MLA എന്ന നിലയിൽ മുകേഷിനെതിരെ പരാതി വരുന്നത് 2024 ഓഗസ്റ്റ് മാസത്തിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. അന്ന് പാർട്ടി എടുത്ത നിലപാട് എന്ന് പറയുന്നത് MV ഗോവിന്ദ മാഷ് പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തുള്ള ഈ ലൈംഗികാരോപണത്തിന് വിധേയരായിരിക്കുന്ന MP-മാരുടെയും MLA-മാരുടെയും കണക്ക് പറഞ്ഞുകൊണ്ടാണ്. ഇന്ത്യയിൽ നിലവിൽ 16 MP-മാരും 135 MLA-മാരും സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ പ്രതികളാണെന്ന് ഗോവിന്ദ മാഷ് ചൂണ്ടിക്കാട്ടി. ഇതിൽ 54 കേസുകൾ BJP-യും 23 കേസുകൾ കോൺഗ്രസും 17 കേസുകളിൽ TDP-യും 13 കേസുകളിൽ ആം ആദ്മി പാർട്ടിയുമാണ്. ഈ ആരോപണങ്ങൾ ഗുരുതരമാണെങ്കിലും MLA-മാരും രാജിവെച്ചിട്ടില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത്. മാത്രവുമല്ല, അന്ന് ഈ മുകേഷ് MLA-ക്കെതിരെ കുറ്റമാരോപിച്ച ആ വ്യക്തി, ഒരു ചലച്ചിത്ര താരം, പിന്നീട് മറ്റൊരു സെക്സ് റാക്കറ്റ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷെ അതുകൊണ്ടൊന്നുമല്ല പാർട്ടി അന്ന് പ്രതിരോധിച്ചത് മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്ന് പാർട്ടി തീരുമാനിച്ചു എന്നുള്ളത് കൊണ്ടാണ്. മുകേഷിൻ്റെ കാര്യത്തിൽ പാർട്ടിക്ക് വീഴ്ച സംഭവിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം മുകേഷിൻ്റെ കാര്യത്തിൽ അന്ന് MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ അത് പാർലമെൻറ്റ് സീറ്റിൽ മത്സരിച്ചതിന് ശേഷമാണ് ഈ ആരോപണം വരുന്നത്. അന്നൊരു വലിയ തുടക്കമായിരുന്നു. ഒരു സീറ്റ് വേണമെങ്കിൽ ഈ പാർട്ടിക്ക് ആ സമയത്ത് കൈവിടാമായിരുന്നു. പാർട്ടിക്ക് ഒന്നും സംഭവിക്കില്ല. കൊല്ലത്ത് അഗ്നിശുദ്ധി തെളിച്ചു വരട്ടെ എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട്. എന്താ, ഇയാൾ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ പിന്നീട് MLA ആകാൻ കഴിയില്ലല്ലോ എന്ന നിലപാടാണ് എടുത്തത്. അതൊരു സാങ്കേതികമായ ന്യായം മാത്രമാണ്. നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ശരിയാണ് തോന്നുന്നു. ഏതൊരു പെൺകുട്ടിയും ആരോപണം ഉന്നയിച്ച MLA സ്ഥാനം രാജിവെച്ചാൽ പിന്നെ ആ സ്ഥാനത്തേക്ക് തിരിച്ചു വരാൻ പറ്റില്ലല്ലോ. അവിടെ പാർട്ടിക്ക് വീഴ്ച പറ്റിയെന്നാണ് കരുതുന്നത്. പക്ഷേ മറുഭാഗത്ത് അപ്പുറത്ത് നിൽക്കുന്നത് എൽദോസ് കുന്നപ്പള്ളിയാണ്. കോൺഗ്രസ് എന്ത് നിലപാടാണ് എടുത്തത്? കോൺഗ്രസ് എന്ത് നിലപാടാണ് വിൻസെന്റിന്റെ കാര്യത്തിലെടുത്തത്? പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തി ഇതേപോലുള്ള നടപടികളിലേക്ക് കടന്നു. ജയിലിൽ കിടന്നില്ലേ 34 ദിവസം വിൻസെന്റ് MLA ജയിലിൽ കിടന്നതിന് ശേഷം 2017 കേസിന് ശേഷം 2021 അതേ വിൻസെന്റ് MLA-ക്ക് സീറ്റ് കൊടുത്തില്ലേ കോൺഗ്രസ്? ഇനി നമുക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം. ഇവിടെയാണ് ഇനി താരതമ്യം ആവശ്യമുള്ളത്. PK ശശിയുടെ കാര്യം. PK ശശി MLA-ക്കെതിരെ കേസ് വന്നു. ആ കേസ് വരുന്ന സമയത്ത് പാർട്ടി ഒരു കമ്മീഷനെ തീരുമാനിക്കുന്നു. കമ്മീഷൻ അതിനെക്കുറിച്ച് പഠിക്കുന്നു. അയാളെ 6 മാസത്തേക്ക് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു. ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ ഒരു കമ്മീഷൻ നടപടിക്രമങ്ങളിലൂടെ അയാളെ കുറ്റക്കാരനാണെന്ന് കണ്ട് അതിനകത്ത് ജാഗ്രതയില്ലായിരുന്നു എന്ന തീർപ്പിലെത്തി അയാളെ 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്നു. പക്ഷേ അതിലും കഴിഞ്ഞ് മറ്റു തീരുമാനമെടുത്തു. പാർട്ടി 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PK ശശിക്ക് സീറ്റ് കൊടുത്തില്ല. അതിനുശേഷമാണ് KTDC ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുന്നൊരു സാഹചര്യം ഉണ്ടായത്. അവിടെ വീഴ്ച പറ്റി എന്നതാണ് എൻ്റെ പക്ഷം. അവിടെയും വീഴ്ച പറ്റി. കാരണം KTDC ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് എന്താണ് എന്നുള്ളതാണ് പ്രശ്നം. കാര്യം ഇത്തരം കാര്യങ്ങളിൽ ആരോപണം ഉന്നയിച്ച് സ്ത്രീകൾക്കൊപ്പം നിൽക്കുകയും അവരുടെ കോൺഫിഡൻസാണ് പ്രശ്നം. ഇനിയും ഇത്തരം സ്ത്രീകൾക്ക് പരാതി പറയാനുള്ള ആത്മവിശ്വാസം കൊടുക്കണമായിരുന്നു. അവരെ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കോ ലെജിസ്ലേറ്റീവ് പോസ്റ്റിലേക്കോ കൊണ്ടുവരുന്നത് ശരിയല്ല. ഇനി P ശശിയുടെ കാര്യം എടുത്തു നോക്കൂ. P ശശിയുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചത്? 2011 ആ കേസ് വരുന്നത്. അത് ഒരു DYFIയുമായി ബന്ധപ്പെട്ട് DYFIയുടെ ഒരു നേതാവിൻ്റെ ഭാര്യ മറ്റോ ആണ്. ഒരു യുവതി വന്ന് പരാതിപ്പെടുന്നു പാർട്ടിക്കുള്ളിൽ പരാതിപ്പെട്ട വാർത്തയായപ്പോൾ അത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 2011 TP നന്ദകുമാർ ഹോസ്ദുർഗ് കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ പോലീസ് അന്വേഷിച്ച് ഇയാൾക്കെതിരെ ഒരു തെളിവും കണ്ടെത്തിയില്ല. കോടതിയിൽ ഒടുവിൽ കുറ്റവിമുക്തരാക്കപ്പെട്ടു. ആ കേസ് ക്വാഷ് ചെയ്തു പോകുന്ന അവസ്ഥയുണ്ടായി 2016. അന്നും എന്താ പാർട്ടി ചെയ്തത്? ജില്ലാ സെക്രട്ടറി ആയിരുന്ന P ശശിയെ അന്ന് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് നീക്കി. അപ്പോൾ ഇത് ആദ്യമായിട്ടല്ല, അപ്പോൾ മാതൃകാപരമായ നീക്കമാണ് എന്ന് VD സതീശൻ പറഞ്ഞത് എന്തർത്ഥത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല. PK ശശിയെ നീക്കി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന്, P ശശിയെ നീക്കി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന്. എത്ര വർഷമാണ് നീക്കി മാറ്റി നിർത്തിയെന്നറിയാമോ? 7 വർഷമാണ് മാറ്റി നിർത്തിയത്. 7-8 വർഷം. അവർ MLA പോലും അല്ല, പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന്, പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്നാണ് മാറ്റി നിർത്തിയത്. അവിടെ നിന്ന് 2018 പിന്നീട് ഇയാൾ കുറ്റക്കാരനല്ലെന്ന് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ പോലീസ് കണ്ടെത്തി. അതിന് ശേഷമാണ് P ശശിയെ തിരിച്ച് ഇൻഡക്ട് ചെയ്യുന്ന ഒരു തീരുമാനം ഉണ്ടാവുന്നത്. അപ്പോൾ ഇതൊന്നും താരതമ്യം ചെയ്യാൻ പറ്റുന്ന കേസല്ല. പക്ഷേ ഇവരാരും
സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിന് ഈ ഇരകളെ അല്ലെങ്കിൽ പങ്കാളികളെ പ്രോത്സാഹിപ്പിക്കുകയും അതുവഴി ഗർഭം ധരിക്കുകയും ഗർഭം ധരിച്ച് കഴിഞ്ഞതിന് ശേഷം ഗർഭഛിദ്രത്തിന് ആ പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ നിർബന്ധിക്കുകയും അതിൻ്റെ ഓഡിയോ സന്ദേശങ്ങൾ പുറത്തു വരികയും നിരന്തരമായി ഇത്തരം ചാറ്റുകളിലൂടെ 5 സ്റ്റാർ ഹോട്ടലിലേക്ക് ക്ഷണിക്കുകയും ചെയ്തത് ഒരാളും വന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു പറഞ്ഞിട്ടില്ല. ഒരു നേതാവിൻ്റെയും പേരിൽ, ഈ പറഞ്ഞ ഒരു നേതാവിൻ്റെയും പേരിൽ, ഈവൻ വിൻസെൻ്റ് MLA പേരിൽ പോലും ആ അർത്ഥത്തിൽ പരസ്യമായ ഒരു ആൾ വന്ന് ഇതേപോലെ നിരന്തരമായി പീഡിപ്പിക്കപ്പെടുന്നു എന്ന കാര്യം പല ആളുകൾ പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇതൊരു സീരിയൽ പ്രഡേറ്ററായിട്ട് മാറി എന്നുള്ളതാണ് പ്രശ്നം. ഇയാൾ പരിചയപ്പെടുന്ന പെൺകുട്ടികളോട് പലരോടും സംസാരിക്കുന്ന രീതി ഇതാണ് എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അത് ഒരു വലിയ വിഷയമായി പാർട്ടി മനസ്സിലാക്കിയതുകൊണ്ടാണല്ലോ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെച്ചത്. അതുകൊണ്ട് തുലനം നിൽക്കില്ല എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. 2, ഇതിൽ അതിവിദഗ്ധമായി ഒരു തന്ത്രം പ്രയോഗിച്ചിട്ടുണ്ട് പാർട്ടി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. യഥാർത്ഥത്തിൽ പാർട്ടി കബളിപ്പിക്കുകയായിരുന്നു എന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്നറിയാമോ, ഈ സസ്പെൻഷൻ എത്ര കാലയളവിലേക്കാണെന്നറിയാമോ ജിമ്മി? പറഞ്ഞിട്ടില്ല. അങ്ങനൊരു സസ്പെൻഷൻ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുക. അങ്ങനൊരു സസ്പെൻഷൻ ഉണ്ട്. വേണമെങ്കിൽ പാർട്ടിയിൽ അങ്ങനെ സസ്പെൻഡ് ചെയ്യാം. പക്ഷേ അങ്ങനെ സസ്പെൻഡ് ചെയ്താൽ പരമാവധി എത്ര കാലം വരെ സസ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഫിക്സഡ് പീരീഡ് കൊടുക്കാതെ സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ പാർട്ടി ഭരണഘടന പവർ ഓഫ് സസ്പെൻഷൻ എന്നത് ക്ലോസ് 3B അനുസരിച്ച് 1 മാസം വരെയാണ്. 1 മാസം കഴിഞ്ഞാൽ ഇതേ രാഹുൽ മാങ്കൂട്ടത്തിൽ പൊടിയും തട്ടി പാർട്ടിയുടെ ഏത് സ്ഥാനത്തേക്കാണോ വരുന്നത് അതേ സ്ഥാനത്തേക്ക് തിരിച്ചു വരും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിലവിൽ അത് പറഞ്ഞോ KPCC പ്രസിഡന്റ്? അത് പറഞ്ഞോ പ്രതിപക്ഷ നേതാവ്? അപ്പൊ ആ അർത്ഥത്തിൽ നമ്മുടെ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അതിന് നിശബ്ദതയായിരുന്നു. എത്ര കാലയളവ്? ടേം പറയാതെ, അതായത് ഇതിനകത്ത് തന്ത്രപരമായ ഒളിച്ചു കടത്തൽ എന്ന് പറയുന്നത് ഈ നടപടി പോലും ഒരു വ്യാജ നടപടിയാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നമ്മളെ കബളിപ്പിക്കലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. 1 മാസത്തെ കാലാവധി മാത്രമുള്ളൊരു സസ്പെൻഷനാണ് നിലവിൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സാഹചര്യത്തിലുള്ളത്. 6 മാസം എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം എന്നറിയാമോ? 6 മാസം ഒന്നും വേണ്ട, ഫിക്സഡ് പീരീഡ് എന്ന് പറഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്നറിയാമോ? അതേ ഭരണഘടനയുടെ പണിഷ്മെന്റ് ക്ലോസ് 6C പറയുന്നുണ്ട്. അയാളൊരു വാർഡ് മെമ്പർ ആണെങ്കിൽ, അയാളൊരു ബ്ലോക്ക് മെമ്പർ ആണെങ്കിൽ, അയാളൊരു MLA ആണെങ്കിൽ, MP ആണെങ്കിൽ അയാൾ ആ സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടി വരും. ഒരു നിശ്ചിത ടൈമിലേക്ക് അയാളെ സസ്പെൻഡ് ചെയ്താൽ, ഒരു ഫിക്സഡ് ടൈമിലേക്ക് സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് രാജി എഴുതി വാങ്ങിക്കേണ്ടി വരും ജനപ്രതിനിധി എന്ന നിലയിൽ. അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള കളിയായിരുന്നു. ഫിക്സഡ് ടൈം ആണെങ്കിൽ എന്താ പ്രശ്നം? 1 മാസത്തിനുള്ളിൽ ഇയാൾക്ക് ഈസി ആയിട്ട് വാക്കിൻ ആണ്. അപ്പോൾ എന്താ യഥാർത്ഥ സംബന്ധിച്ച് 1 മാസത്തേക്ക് അയാളെ മാറ്റി നിർത്തിയിരിക്കുക. 1 മാസത്തേക്ക് അയാൾക്ക് ഫ്രീ ആയിട്ടിരിക്കാം. അയാൾ മറ്റൊന്നും അറിയേണ്ട. സർക്കാരിന്റെ ചെലവിൽ ഇതേ ആനുകൂല്യങ്ങളെല്ലാം അയാൾക്ക് കിട്ടും. ഒരു ഉത്തരവാദിത്വമില്ല. അയാൾക്ക് എവിടെ വേണമെങ്കിലും പോകാം. പറഞ്ഞാല് 1 മാസത്തിലധികം സസ്പെൻഡ് ചെയ്ത് അതായത് MLA തുടരാൻ 1 മാസത്തിലധികം, അതായത് ഒരു ടേം പറഞ്ഞാൽ ഒരു 6 മാസമോ 3 മാസമോ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ നിമിഷം രാജി എഴുതി വാങ്ങിക്കണം. പാർട്ടി ഭരണഘടന ക്ലോസ് 6C പ്രകാരം അത് ചെയ്തിട്ടില്ല ഇവിടെ. പകരം എന്താ ചെയ്തത്? ഒളിച്ചു കടത്താൻ ശ്രമിച്ചു. എല്ലാവരുടെ മുന്നിൽ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് വന്ന് ആദ്യം പറയുന്നു, 1 ഇതാ മാതൃകാപരമായ നടപടി. ഈ മാതൃകാപരമായ നടപടി P. ശശിയുടെ കാര്യത്തിൽ എടുത്തിട്ടുണ്ടെന്നേ, PK ശശിയുടെ കാര്യത്തിൽ എടുത്തിട്ടുണ്ടെന്നേ, ഇവരെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നേ, P. ശശിയുടെ കാര്യത്തിൽ 8 വർഷം പുറത്ത് നിർത്തിയിട്ടുണ്ടെന്നേ, അയാൾക്കൊരു സീറ്റും കൊടുത്തിട്ടില്ലെന്നേ, PK ശശിക്ക് പിന്നീട് സീറ്റ് കൊടുത്തിട്ടില്ലെന്നേ. ഇതെല്ലാം നമ്മുടെ മുന്നിലിരിക്കുന്ന കാര്യമല്ലേ? അപ്പോൾ ഇന്ന് പറഞ്ഞതിനകത്ത് വളരെ വിദഗ്ധമായി കബളിപ്പിച്ച് കടത്തിയ ഒരു തന്ത്രമാണിതെന്നുള്ളതാണ് എൻ്റെ 2ാമത്തെ ടേക്ക്. 3ാമത്തെ ടേക്ക്, ഇനി ഇയാൾ MLA അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടാത്തൊരു MLA ആയി എങ്ങനെ നിയമസഭയിൽ തുടരും? അതിൻ്റെ നിയമവശങ്ങൾ പരിശോധിക്കുമ്പോഴാണ് വളരെ തമാശ തോന്നുന്നത്. ഇയാൾ അവിടെ വരികയാണെങ്കിൽ എന്താ സംഭവിക്കുക? UDF ബ്ലോക്കിൽ ഇരിക്കാൻ പറ്റൂല, LDF ബ്ലോക്കിലും പോകാൻ പറ്റൂല. ആകെ ഇരിക്കുന്നത് സ്വതന്ത്രനായി ഒറ്റയ്ക്കിരിക്കേണ്ടി വരുന്ന സാഹചര്യം നിയമസഭയിൽ. അങ്ങനെ സ്വതന്ത്രനായിരിക്കുന്ന അയാളെ അവിടെ വെച്ചുകൊണ്ട് ഒരു സബ്മിഷൻ ഉന്നയിക്കാൻ പറ്റുമോ പ്രതിപക്ഷത്തിന്? അടിയന്തര പ്രമേയം ഉന്നയിക്കാൻ പറ്റുമോ? എല്ലാ ഉത്തരങ്ങളും ഈ MLA നോക്കിയായിരിക്കില്ലേ ഭരണപക്ഷം ചോദിക്കുക? ആ MLA നോക്കി ഈ കോൺഗ്രസിനെ പാർലമെന്ററി പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കില്ല. അങ്ങനെ മത്സരിച്ചിട്ട് പറ്റുമോ? അങ്ങനെ പറ്റും. സ്വതന്ത്രമായി നിർത്തിയാൽ മതി. അത് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഒറ്റ വരി മതി. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്, സാങ്കേതികമായൊരു പ്രശ്നം. അതുകൊണ്ട് ഇയാളെ സസ്പെൻഡ് ചെയ്ത അയാളെ നിയമസഭയിൽ എത്തിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവുമെന്ന് പാർട്ടിക്കറിയാം. അതുകൊണ്ട് പാർട്ടി എന്താ തീരുമാനിച്ചിരിക്കുന്നത്? അവധിയിൽ പോകാൻ പറഞ്ഞിരിക്കുകയാണ്. പാർട്ടി അവധി കൊടുത്തിരിക്കുക. പക്ഷെ അവധി എഴുതി വാങ്ങുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. 1, അവധിക്ക് കാരണം പറയണം. അവധിക്ക് ആരോഗ്യ കാരണമെന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞാൽ ഇനി നാട്ടുകാർ വിശ്വസിക്കൂ? സസ്പെൻഡ് ചെയ്തുകൊണ്ടാണെന്നൊരു കാരണമല്ല നിങ്ങളെ അവധി കൊടുക്കാൻ. അപ്പോൾ അത് സ്പീക്കറെ തീരുമാനിക്കുന്നത് അവധി കൊടുക്കണോ വേണ്ടതെന്ന്. 60 ദിവസം തുടർച്ചയായിട്ട് നിയമസഭയിൽ ഹാജരായില്ലെങ്കിൽ
നമുക്ക് ആ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള അവകാശം സ്പീക്കർക്കുണ്ടെന്നേ. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഇതിനകത്ത് കിടക്കുക. അപ്പോൾ നിലവിലൊരു നിയമക്കുരുക്കിലേക്ക് പോകാൻ തന്നെ സാധ്യതയുണ്ട്. ആ കുരുക്കെല്ലാം അഴിക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് 30 ദിവസം എന്നുള്ളത് മനസ്സിൽ കരുതിക്കൊണ്ട് അടുത്ത സെപ്റ്റംബർ മാസം നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ദിവസം സെപ്റ്റംബർ മാസം 25-ാം തീയതി രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ അംഗമായി തിരിച്ചു വരാനുള്ള സാധ്യതയേറെയാണ്. അതാണ് ഈ സസ്പെൻഷൻ ഉത്തരവിന്റെ പ്രത്യേകത. അടുത്ത ഒരു ഓണക്കാലം അദ്ദേഹത്തെ എല്ലാ പാർട്ടി പരിപാടിയിൽ നിന്നും സ്വതന്ത്രരാക്കി നിർത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന് സർക്കാരിൻ്റെ ചെലവിൽ MLA എന്ന നിലയിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു MLA ആക്കി നിർത്തിയിരിക്കുന്നു എന്നുള്ളത്. ആ അർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് ഈ ഓണക്കാലത്ത് ഒരു ഓണ സമ്മാനം കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓണാവധി കൊടുത്തിരിക്കുകയാണ്. ഓണാവധി, 1 മാസത്തെ ഓണാവധി കൊടുത്തിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് പാർട്ടി എന്നുള്ളതാണ് ഇതിലേറ്റവും തന്ത്രപരമായ ഒരു കാര്യം. അതല്ലെങ്കിൽ ഈ MLA ആയി നിലനിർത്തിക്കൊണ്ട് നിയമസഭയിൽ സമ്മേളനം കൂടെ കഴിയില്ല. ഇനി 2 പ്രധാനപ്പെട്ട സെഷനുകൾ വരാനിരിക്കുക ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ്. അപ്പോൾ അതുകൊണ്ട് ആ സെഷനുകളിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സാന്നിധ്യമില്ല. അതുകൊണ്ട് പാലക്കാട് മണ്ഡലത്തിലെ വോട്ടർമാരോടാണ് നമുക്ക് സഹതാപമുള്ളത്. ഇങ്ങനെ പാർട്ടിക്ക് വേണ്ടാത്തൊരു MLA പേരേണ്ടി വരുന്നൊരു മണ്ഡലത്തിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കൂ സുജയ. ആ അവസ്ഥ ചെറുതാണോ? അവിടെയുള്ള മനുഷ്യർ എന്ത് പിഴച്ചു എന്ന് ആലോചിച്ച് നോക്കൂ. പാർട്ടിയിലെ ഇപ്പോൾ ഡോക്ടർ ആശ തന്നെ പറയുന്നു, എന്താ ഭയമാണ് കേരളത്തിലെ സ്ത്രീകൾക്ക് ചർച്ച ചെയ്യുന്ന ഇയാളെക്കുറിച്ച് കേൾക്കുമ്പോൾ എന്ന് പറയുന്ന അവസ്ഥ. പാർട്ടിയിലെ സ്ത്രീകൾക്ക് ഭയമായ ഒരാളെ ഒരു മണ്ഡലത്തിലെ സ്ത്രീകൾ കൂടുതൽ വോട്ടർമാരുള്ളൊരു മണ്ഡലത്തിലെ MLA ആക്കി നിർത്തുന്നതിൻ്റെ സിമ്പിൾ ലോജിക്ക് എന്താണ് എന്നുള്ളത് മാത്രം പറഞ്ഞു തന്നാൽ മതി. ഇനി CPM എന്നൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. അതൊന്നും നിലനിൽക്കുന്ന കാര്യമേ അല്ല. അസാധാരണമായൊരു സാഹചര്യമാണ്. ഇതൊരു തുടക്കമായി മാറേണ്ടതാണ്. മൊറാലിറ്റിയുടെ കാര്യത്തിൽ, ഇത് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന കാര്യത്തിൽ കോടതിയുടെ ഉത്തരവെന്ന സാങ്കേതിക പിടിച്ചു നിൽക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓരോ ദിവസവും അഴിഞ്ഞു വീഴുന്ന മുഖംമൂടിയായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണെന്നേ പറയാനുള്ളൂ. അതുകൊണ്ട് ഈ നടപടി മാതൃകാപരമാണ് എന്ന വാദം ശരിയല്ല. 2 താരതമ്യവും ആ അർത്ഥത്തിൽ നിലനിൽക്കുന്നതല്ല. പാലക്കാട്ടെ വോട്ടർമാരോട് നീതി കാട്ടണം എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ. സസ്പെൻഷൻ മതിയോ എന്ന ചോദ്യത്തിന് സസ്പെൻഷൻ പോരാ എന്നാണ് നമ്മുടെ നിലപാട്. 4 പേരുടെയും നിലപാട് അത് തന്നെയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് ശേഷം നിരവധി സൈബർ അറ്റാക്കുകൾ പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാവുന്നു എന്നുള്ളത് ഖേദകരമാണ്. അത് പ്രേക്ഷകരെ അറിയിക്കുകയാണ്. ഇന്ന് രാവിലെ നമ്മൾ അത്തരത്തിലുള്ളൊരു സൈബർ അറ്റാക്കിൻ്റെ ഒരു ദൃശ്യം പ്രേക്ഷകരെ കാണിച്ചിരുന്നു. വ്യാജ ചിത്രങ്ങളും വ്യാജ ചാറ്റിങ്ങുകളും സ്ക്രീൻഷോട്ടുകളും സൃഷ്ടിച്ചുകൊണ്ടാണ് ഒരു വിഭാഗം ആളുകൾ വ്യാജമായിട്ടുള്ള ഈ ഡോക്യുമെൻറ്റുകൾ വെച്ച് സൈബർ ആക്രമണം നടത്തുന്നത്. അതിൽ ഒരു ഡോക്യുമെൻ്റാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. എൻ്റെ പേരിൽ പ്രചരിച്ച ഒരു വാട്സപ്പ് ചാറ്റിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അതൊരു വ്യാജ ഡോക്യുമെൻ്റ് ആയിരുന്നു എന്നുള്ളത് പ്രഥമദൃഷ്ട്യാ തന്നെ ബോധ്യമാവുന്ന ഒന്നാണ്. അതിൽ എൻ്റെ DP ഫോട്ടോ പോലും തെറ്റായി ചേർക്കുകയും അത് ക്രോപ്പ് ചെയ്തത് പോലും തെറ്റായ രീതിയിൽ ക്രോപ്പ് ചെയ്യുകയും ചെയ്തൊരു വിഷയമാണ്. അതിൽ ആകാശ് സ്റ്റീഫൻ എന്നു പേരുള്ള ഒരു വ്യക്തിയാണത് ഫോർവേഡ് ചെയ്തിരിക്കുന്നത് കാണുകയും നമ്മളത് കേസിലുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ അല്പസമയം മുമ്പ് ആകാശ് സ്റ്റീഫൻ എന്ന കുട്ടി, അതൊരു കുട്ടിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്, ഒരു യുവാവ് പോലും അല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അഥവാ യൂത്ത് കോൺഗ്രസിൻ്റെയോ KSൻ്റെയോ ഒരു നേതാവോ പ്രാദേശികമായിട്ട് പിന്തുണയ്ക്കുന്ന ഒരു കക്ഷിയാണ് ആകാശ് സ്റ്റീഫൻ. നമ്മൾ അദ്ദേഹത്തിൻ്റെ ചിത്രമൊന്നും കാണിക്കുന്നില്ല. അദ്ദേഹം ഒരു മാപ്പിട്ടിട്ടുണ്ട്. ഞാൻ അറിയാതെ വേറെ ഗ്രൂപ്പിൽ വന്ന പോസ്റ്റ് ഷെയർ ചെയ്തു. ഈ ഗ്രൂപ്പിൽ വന്നു, അത് റിപ്പോർട്ട് ചാനലിനും അരുൺകുമാറിനും എതിരായി പോയി, ഒരബദ്ധം പറ്റിയതാണ്, സോറി. അതുകൂടാതെ ഞാൻ എൻ്റെ പൊതുപ്രവർത്തനം നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ട ആകാശിനോട് റിപ്പോർട്ടർ TVക്കോ എനിക്കോ വ്യക്തിപരമായി ഒരു വിദ്വേഷമോ പിണക്കമോ പരിഭവമോ ഇല്ല. അത് ആകാശിനെ പോലുള്ള ചെറുപ്പക്കാർ ഈ വലയിൽ പെട്ടുപോയതാണ് എന്നത് ഞങ്ങൾക്കറിയാം. നിങ്ങളറിയാതെ ഫോർവേഡ് ചെയ്ത ഒരു പോസ്റ്റാണത്. നിങ്ങൾ ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്, ഒരു വിദ്യാർത്ഥിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ എനിക്ക് ആകാശ് ഒരു മെസ്സഞ്ചറിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, സോറി പറഞ്ഞുകൊണ്ട്. അത് പ്രേക്ഷകർ കൂടി അറിയാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ട ആകാശിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഒരു നീക്കവും എൻ്റെയോ റിപ്പോർട്ടർ ചാനലിൻ്റെയോ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല. ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്ന ആകാശിന് അത് ചെയ്യാൻ കഴിയില്ല എന്ന് ഞങ്ങൾക്കറിയാം. ആകാശ് പൊതുപ്രവർത്തനം അവസാനിപ്പിക്കരുത് എന്നതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. താങ്കളെപ്പോലുള്ളവരുടെ ജെനുവിനായ മനുഷ്യരെ നമ്മുടെ നാടിന് ആവശ്യമുണ്ട്. കരുതലോടുകൂടി മാത്രം ഫോർവേഡ് ചെയ്യുക. പല പോസ്റ്റുകളും വ്യാജമാകാൻ സാധ്യതയുണ്ട്. ആകാശിനെ പോലുള്ളവരെ വഴിതെറ്റിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ആകാശ് ഒരു ഇന്നസെൻ്റ് ആണ് എന്നുള്ളത് ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു. പ്രിയപ്പെട്ട ആകാശ്, ഒരു കുഞ്ഞനിയനെ പോലെ തന്നെ ഞങ്ങൾ താങ്കളെ കാണുന്നു. താങ്കൾ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാതെ താങ്കൾ കോൺഗ്രസിൽ തന്നെ സജീവമായി ഉമ്മൻചാണ്ടിയുടെ പ്രിയപ്പെട്ട
ഒരു പ്രവർത്തകനായി തന്നെ, വിശ്വാസിയായി തന്നെ തുടരുക. ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്ന താങ്കൾക്കത് ചെയ്യാൻ കഴിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. താങ്ക് യു ആകാശ്. മാപ്പായിട്ട് പറയേണ്ടതില്ല, താങ്കൾ വ്യക്തമാക്കിയതിന് നന്ദി. Meet the editors.